ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഒരുപാട് എക്സാമുകൾ വരാനുണ്ട് അല്ലേ. അതായത് 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസ് കഴിഞ്ഞിട്ടില്ല, മാറ്റിവെച്ച എക്സാം ആയിരുന്നു. അത് ഒക്ടോബറിലോ മറ്റോ സംഭവിക്കും. കൂടാതെ നമുക്ക് BFA എക്സാം വരാണ്ട്, അത് ഒക്ടോബറിലാണ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി മെയിൻസ് എക്സാം വരാണ്ട്. അങ്ങനെ ഒരുപാട് എക്സാമുകൾ നമ്മളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ, നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരാനുള്ള ഏത് എക്സാം ആയിക്കോട്ടെ, 10th പ്രിലിംസ് ആയിക്കോട്ടെ, BFA ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡിഗ്രി മെയിൻസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ സഹായകരമാവുന്ന രീതിയിലുള്ള കുറച്ച് നല്ല ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. മൗലിക അവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ തർക്കം വന്നാൽ മൗലിക അവകാശം നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണെന്നാണ്. അതിൻ്റെ ഓപ്ഷൻസ്: എ. ശങ്കരി പ്രസാദ് കേസ് 1951, ബി. ബെറുബാറി കേസ് 1960, സി. ചെമ്പകം ദുരൈരാജൻ കേസ് 1951, ഡി. ഗോലഖ്നാഥ് കേസ് 1967. ഇതിൽ ശരി ഉത്തരം ഏതാണ്? ഇതിൽ ശരി ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ഏതാണ്? ചെമ്പകം ദുരൈരാജൻ കേസാണ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ശരിയായ ഉത്തരം ചെമ്പകം ദുരൈരാജൻ കേസ്. ഈ ഒരു കേസിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? അതായത് ചെമ്പകം ദുരൈരാജൻ എന്ന് പറയുന്ന ഒരു യുവതി മദ്രാസ് മെഡിക്കൽ കോളേജിൽ തൻ്റെ മെഡിസിൻ സീറ്റിന് അപേക്ഷിക്കുന്നു. അതായത് അവർ എൻട്രൻസ് പരീക്ഷയിലൊക്കെ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കി. എന്നിട്ട് മദ്രാസ് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ സീറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നു. പക്ഷേ മദ്രാസ് മെഡിക്കൽ കോളേജ് അവർക്ക് സീറ്റ് നൽകാതെ നിഷേധിക്കുന്നു. പറഞ്ഞിരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, അക്കാലത്ത് ഒരു ഗവൺമെൻറ് ഓർഡർ ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണൽ ഓർഡർ എന്ന് പറഞ്ഞ്, അതായത് കമ്മ്യൂണൽ സംവരണം ബേസ് ചെയ്തിട്ടുള്ളൊരു ഓർഡർ ഉണ്ടായിരുന്നു. ആ ഒരു ഓർഡറിൽ ബ്രാഹ്മണർക്ക് 16% സീറ്റായിരുന്നു സംവരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന 16% സീറ്റായിരുന്നു. അങ്ങനെ ഈ ബ്രാഹ്മണർക്ക് അലോട്ട് ചെയ്ത 16% സീറ്റും ഫുള്ളായത് കാരണം, സീറ്റുകളൊന്നും വേക്കൻ്റ് അല്ലാത്തത് കൊണ്ട് ഇവർക്ക് അവസരം നിഷേധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അവർ കോടതിയിൽ പോകുന്നത്. അതായത് മദ്രാസ് സർക്കാരിൻ്റെ ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് 1951 ചെമ്പകം ദുരൈരാജൻ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു കേസ് നൽകുന്നു. ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് നിർദ്ദേശക തത്വങ്ങൾ, അതായത് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ DPSP ആണല്ലോ, അത് ഭാഗം 4 ഉൾപ്പെടുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. മൗലിക അവകാശങ്ങൾ ഭാഗം 3 അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൻ്റെ പശ്ചാത്തലത്തിൽ കേസ് സുപ്രീം കോടതി പറയുകയാണ്, നിർദ്ദേശക തത്വങ്ങൾ DPSP ഭാഗം 4, നിർദ്ദേശക തത്വങ്ങൾ DPSP ഭാഗം 4 വരുന്ന DPSP, അതായത് നിർദ്ദേശക തത്വങ്ങൾ മൗലിക അവകാശങ്ങൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്നതാണ്. ഇവ തമ്മിൽ വൈരുദ്ധ്യം വന്നാൽ മൗലിക അവകാശത്തിനാണ് മുൻഗണന. ഈ കേസിനെ തുടർന്നാണ് ഒന്നാം ഭരണഘടനാ ഭേദഗതി വരെ വരുന്നത്. 1951 കൊണ്ടുവരാൻ കാരണം എന്താണ്? അതായത് ചെമ്പകം ദുരൈരാജൻ നൽകിയ കേസാണ് 1951 ഒരു ഒന്നാം ഭരണഘടനാ ഭേദഗതിക്ക് കാരണമായിട്ടുള്ളത്. ഓക്കെ, ഗോലഖ്നാഥ് കേസിൽ പാർലമെന്റിന് മൗലികാവകാശം ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന് വിധിച്ച കേസായിരുന്നു. അതായത് ഗോലഖ്നാഥ് കേസ്, ഇവിടെ ഗോലഖ്നാഥ് കേസ് ഇല്ലേ, ഗോലഖ്നാഥ് കേസ് എന്തായാലും 1967 ഗോലഖ്നാഥ് കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പാർലമെന്റിന് മൗലികാവകാശം ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന് വിധിച്ചിട്ടുള്ള കേസായിരുന്നു ഗോലഖ്നാഥ് കേസ്. ശങ്കരി പ്രസാദ് കേസ് എന്തായിരുന്നു? ശങ്കരി പ്രസാദ് കേസ് 1951 തന്നെയാണ് ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസും വരുന്നത്. പാർലമെന്റിന് ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ടോ എന്ന് പരിശോധിച്ച സുപ്രീം കോടതിയുടെ ആദ്യത്തെ സുപ്രധാന വിധിയായിരുന്നു ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എന്ന് പറയുന്നത്. അന്നത്തെ കോടതിയിലെ പ്രധാന വിധികൾ എന്തായിരുന്നു? ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനയുടെ ഏത് ഭാഗവും മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചു. ശങ്കരി പ്രസാദ് കേസിൻ്റെ അടിസ്ഥാനത്തിൽ. അതായത് നിയമം എന്ന വാക്കിൻ്റെ അർത്ഥം ആർട്ടിക്കിൾ
13 ക്ലോസ് 2 പറയുന്ന നിയമം അതാ ലോ എന്നത് സാധാരണ നിയമങ്ങളെ മാത്രമാണ് സൂചിപ്പിക്കുന്നത് എന്നും അത് ഭരണഘടനാ ഭേദഗതിയിൽ ഉൾക്കൊള്ളുന്നില്ല എന്നും അവിടെ ഒരു പ്രസ്താവന ഉണ്ടായി. ഓക്കെ. 1960 ബെർബാറി കേസ് എന്തായിരുന്നു? അതായത് ബെർബാരി കേസ് എന്നത് ഇന്ത്യയുടെ ഭാഗമായ ബെർബാരി എന്ന പ്രദേശം പാകിസ്ഥാന്, അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചൊരു സുപ്രധാന വിധിയായിരുന്നു ബെർബാരി കേസിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അതായത് അത് പ്രകാരം രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ മാറ്റുമ്പോൾ പാലിക്കേണ്ട ഭരണഘടനാപരമായ രീതികളെ കുറിച്ചാണ് ഈ കേസിൽ വ്യക്തത വരുത്തിയിരുന്നത് ബെർബാരി കേസിൽ. അതിന് പാശ്ചാത്തലം എന്തായിരുന്നു എന്ന് വെച്ചാൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ബെർബാരി യൂണിയൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ റാഡ്ക്ലിഫ് കമ്മീഷൻ രേഖയിലെ പിഴവുകൾ കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ പ്രദേശത്തിൻ്റെ അവകാശവാദത്തെ ചൊല്ലി തർക്കമുണ്ടായി. അതായത് അതിർത്തി നിർണ്ണയിച്ചിരുന്നത് റാഡ്ക്ലിഫ് ആയിരുന്നു. അങ്ങനെ ആ റാഡ്ക്ലിഫ് കമ്മീഷൻ രേഖകളിലെ പിഴവുകൾ കാരണം എന്താണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ പ്രദേശത്തിൻ്റെ അവകാശവാദത്തെ ചൊല്ലിയൊരു തർക്കമുണ്ടാകുന്നു. അങ്ങനെ 1958 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഫിറോസ് ഖാൻ നൂനും തമ്മിലൊരു കരാർ ഒപ്പുവെച്ചു. ഇതിൻ പ്രകാരം ബെർബാരി പ്രദേശം തുല്യമായി പകുത്തു 1/4 പകുതി പാകിസ്ഥാൻ നൽകാൻ തീരുമാനിച്ചു. അതിന്മേലുണ്ടായിരുന്ന ഒരു കേസായിരുന്നു ബെർബാരി കേസ് എന്ന് പറയുന്നത്, 1960 ബെർബാരി കേസ്. അതിൽ സുപ്രീം കോടതിയുടെ വിധി എന്തായിരുന്നു? അതിൽ സുപ്രീം കോടതി വിധിച്ചു, ഒരു വിദേശ രാജ്യത്തിന് ഇന്ത്യയുടെ പ്രദേശം വിട്ടു നൽകാൻ വെറുമൊരു സാധാരണ നിയമനിർമ്മാണത്തിലൂടെ കഴിയില്ലെന്നും ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണെന്നും കോടതി വിധിച്ച കേസായിരുന്നു ബെർബാരി കേസ്. അപ്പോൾ ചോദ്യം 2 എന്താണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായ MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് ആരുടെ കാലത്താണ് എന്നതാണ് ചോദ്യം. അതായത് കേരളത്തിലെ MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് ആരുടെ കാലത്താണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഓപ്ഷൻസ് സ്വാതി തിരുനാളുണ്ട്. എന്താണ്? സ്വാതി തിരുനാള്, ഉത്രം തിരുനാളുണ്ട്. ഓപ്ഷൻ ബി ഉത്രം തിരുനാളാണ്. ഓപ്ഷൻ സി ആയില്യം തിരുനാളാണ്. ഓപ്ഷൻ ഡി എന്താണ്? വിശാഖം തിരുനാളാണ്. ഇനി നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്തു തുടങ്ങിക്കോളൂ. നിങ്ങൾക്കറിയുന്ന ഉത്തരം കമൻറ്റ് ചെയ്യും. ഈ 4 ഓപ്ഷനിൽ സ്വാതി തിരുനാളാണോ, ഉത്രം തിരുനാളാണോ, ആയില്യം തിരുനാളാണോ, വിശാഖ തിരുനാളാണോ? ആരുടെ കാലത്താണ് ഏറ്റവും നീളം കൂടിയ റോഡായ MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായ MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് ശരി ഉത്തരം ആയില്യം തിരുനാൾ 1860 1880. ഓക്കെ. MC റോഡ് എന്നാൽ മെയിൻ സെൻട്രൽ റോഡ് എന്നാണ്. MC റോഡ് എന്ന് പറഞ്ഞാൽ മെയിൻ സെൻട്രൽ റോഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. കേശവദാസപുരം മുതൽ അങ്കമാലി വരെയുള്ള 240.6 കിലോമീറ്റർ നീളമുള്ള ഒരു റോഡായിരുന്നു എന്ത്? MC റോഡ് എന്ന് പറയുന്നത്. MC റോഡ് എന്ന് പറഞ്ഞാൽ മെയിൻ സെൻട്രൽ റോഡാണ്. കേശവദാസപുരം മുതൽ, അതായത് ട്രിവാൻഡ്രത്ത് കേശവദാസപുരം ഉണ്ട്, കേശവദാസപുരം മുതൽ അങ്കമാലി വരെയുള്ള 240.6 കിലോമീറ്റർ നീളം വരുന്ന ഒരു റോഡാണ്. ഈ നിർമ്മാണം തുടങ്ങിയത് രാജാ കേശവദാസിൻ്റെ കാലത്താണ്. അതായത് തിരുവിതാംകൂർ ദിവാനായിരുന്നു രാജാ കേശവദാസ്. പക്ഷേ അത് പൂർത്തിയാക്കി ആധുനികവൽക്കരിക്കുക ചെയ്തത് ആരുടെ കാലത്ത്? ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് മന്ദിരം, മ്യൂസിയം, ആദ്യ സെൻസസ് 1875 ആദ്യ സെൻസസ് എല്ലാം ആയില്യം തിരുനാളിൻ്റെ നേട്ടങ്ങളായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ സ്പെസിഫിക് ആയിട്ട് ഉത്തരം കിട്ടിയില്ലേ? ഇനി നമുക്ക് ചോദ്യം 3ലേക്ക് കടക്കാം. ചോദ്യം 3 എന്താണ്? ചോദ്യം 3, തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവ് ആരാണെന്നാണ്. തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാളാണോ? ഓപ്ഷൻ ബി ആയില്യം തിരുനാളാണോ? ഓപ്ഷൻ സി ശ്രീ വിശാഖം തിരുനാളാണോ? ഓപ്ഷൻ ഡി ഉത്രം തിരുനാളാണോ? ഇവരിൽ ആരാണ് തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവ്? ആരാണ്? ഉത്തരം സി ആണ്. ഏതാണ്? സി, ശ്രീ വിശാഖം തിരുനാളാണ്. തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവ് ആരാണ്? ശ്രീ വിശാഖം തിരുനാളാണ്. ഓക്കെ. നമുക്ക് ആൻസർ നോക്കാം. ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാൽ സി ആണ്. സി വിശാഖം തിരുനാളാണ്. എന്താണ്? അതായത് സഹോദരനായ ആയില്യം തിരുനാൾ മരിച്ചതിന് ശേഷം 1880 അധികാരത്തിൽ വന്ന രാജാവായിരുന്നു ആര്? ശ്രീ വിശാഖം തിരുനാൾ.
അതായത് സഹോദരനായ ആയില്യം തിരുനാൾ മരിച്ചതിന് ശേഷം 1880 അധികാരത്തിൽ വന്ന രാജാവാണ് ആര്? ശ്രീ വിശാഖം തിരുനാൾ എന്ന് പറയുന്നത്. ശ്രീ വിശാഖൻ്റെ തിരുനാളിൻ്റെ കാലഘട്ടം 1800 മുതൽ 85 വരെയാണ് കേട്ടോ. ഓക്കെ. ഇദ്ദേഹമാണ് വിദ്യാഭ്യാസ സമ്പ്രദായം, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, നീതിന്യായ വ്യവസ്ഥ എന്നിവയിൽ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. ആരാണ്? ശ്രീ വിശാഖം തിരുനാളായിരുന്നു. 1881 സുദർശന സേനയെ പിരിച്ചുവിട്ട് റോയൽ തിരുവിതാംകൂർ പോലീസ് RTP, റോയൽ തിരുവിതാംകൂർ പോലീസ് എന്നൊരു സേനയെ രൂപീകരിച്ചു. അതായത് നേരത്തെ ഒരു സുദർശന സേന ഉണ്ടായിരുന്നു, അതിനെ പിരിച്ചുവിട്ടിട്ട് 1881 ശ്രീ വിശാഖം തിരുനാൾ തിരുവിതാംകൂർ റോയൽ പോലീസ് എന്നൊരു സേനയെ രൂപീകരിച്ചു. ചോദ്യം 4 എന്താണ്? ചോദ്യം 4, അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഒഴിയം, അതായത് കൂലിയില്ല ജോലി ചെയ്യുന്നത് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണെന്നാണ്. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് അടിമകളുടെ മക്കൾ സ്വാതന്ത്ര്യം അനുവദിച്ച രാജാവ് എന്ന് പറഞ്ഞാൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അത് അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അടിമ സമ്പ്രദായം നിർത്തലാക്കിയ രാജാവ് എന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ ഒഴിയം എന്ന കൂലിയില്ലാ ജോലി, അതായത് ചെയ്യുന്ന ജോലിക്ക് കൂലി നൽകാതിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഒഴിയം വേല എന്നാണ്. അതായത് ജോലി ഇങ്ങനെ ചെയ്യുക, കൂലി ഉണ്ടാവില്ല. ആ ഒരു തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന ആ ഒരു സമ്പ്രദായം, ഒഴിയം എന്ന കൂലിയില്ലാ വേല നിർത്തലാക്കിയ ഭരണാധികാരി എന്ന് പറയുന്നത്, അതായത് 1815 മുതൽ 1829 വരെ ഭരിച്ചിരുന്ന ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി ആണ്. ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി ആണ്. പക്ഷേ ഇവിടെ ശരിയായ ഉത്തരം കാണിച്ചിരിക്കുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ B ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. ഇത് അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ച ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ ഒഴിയം അഥവാ കൂലിയില്ലാ ജോലി ചെയ്ത് നിർത്തലാക്കിയ ഭരണാധികാരി ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി ആണ്. റാണി ഗൗരി പാർവതിബായി ആണ് ആരായിരുന്നു? തിരുവിതാംകൂറിലെ ആദ്യ റീജന്റ് ഭരണാധികാരിയായിരുന്നു. റീജന്റ് ഭരണാധികാരി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് നിയമപ്രകാരം അവരുടെ പരമ്പരാഗതമായ ചില രീതികൾ ഉണ്ടാവുമല്ലോ രാജഭരണത്തിന്. അങ്ങനെ രാജാവാകേണ്ടിയിരുന്ന ആൾ ആരാണ്? സ്വാതി തിരുനാളായിരുന്നു. സ്വാതി തിരുനാളിൻ്റെ അമ്മയായിരുന്നു ഗൗരി ലക്ഷ്മിബായി. ഗൗരി ലക്ഷ്മിബായിയുടെ മരണാനന്തരമാണ് ആര്? ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി രാജ്ഞിയാവുന്നത്, തിരുവിതാംകൂറിൻ്റെ രാജ്ഞിയാവുന്നത്. അപ്പം സ്വാതി തിരുനാൾ രാജാവാകേണ്ടിയിരുന്നു. എന്നാൽ സ്വാതി തിരുനാളിന് പ്രായപൂർത്തിയായിട്ടില്ലായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് സ്വാതി തിരുനാൾ പ്രായപൂർത്തിയാവുന്ന കാലഘട്ടം വരെ ഭരണം നടത്തിയിരുന്ന ആളായിരുന്നു ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി എന്ന് പറയുന്നത്. അവരുടെ ഭരണകാലഘട്ടം 1815 മുതൽ 1829 വരെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരായിരുന്നു, അതായത് ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ആദ്യ റീജന്റ് ഭരണാധികാരി എന്നറിയപ്പെടുന്നത്. അതുപോലെ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി ആണ് കേട്ടോ. പിന്നെ വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി ആണ്. തിരുവിതാംകൂർ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരിയും അതുപോലെ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു ആര കാലഘട്ടത്തിലാണ്? അതായത് തിരുവിതാംകൂർ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിക്കൊണ്ട് വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ്? ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായിയുടെ കാലഘട്ടത്തിലാണ്. പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചു. അതായത് ബേളി കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന കനാലായിരുന്നു പാർവതി പുത്തനാർ. അത് പണി കഴിപ്പിച്ചത് ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായിയുടെ കാലഘട്ടത്താണ്. ഓക്കെ. പിന്നീട് തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിക്കാർക്ക് സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരാണ്? പാർവതി ബായ് ആയിരുന്നു കേട്ടോ. അതായത് തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിക്കാർക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ, ഒരു സ്വർണവും വെള്ളിയൊന്നും അണിയാൻ പറ്റില്ലായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക്. അപ്പോൾ ആ താഴ്ന്ന ജാതിക്കാർക്ക് സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരായിരുന്നു? ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി ആയിരുന്നു. പിന്നെ തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമേയാനുള്ള അനുമതി നൽകിയ ഭരണാധികാരി ആരാണ്? ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി ആണ്. തിരുവിതാംകൂർ ഒഴിയം എന്ന കൂലിയില്ലാ വേല നിർത്തലാക്കിയ ഭരണാധികാരിയും ആരാണ്?
റാണി പാർവതിബായി ആണ്. തിരുവിതാംകൂറിൻ്റെ ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ച സമയത്ത് ഭരണാധികാരിയും ആര് തന്നെയായിരുന്നു? പാർവതിബായി ആയിരുന്നു. അതുപോലെ എവിടെയായിരുന്നു ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്? നാഗർകോവിലാണ് കേട്ടോ. നാഗർകോവിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ച സമയത്ത് ഭരണാധികാരി ആരാണ്? ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യം 5 പോകാം. എന്താണ് ചോദ്യം 5? പിന്നാക്ക വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്നാണ് ചോദ്യം. 5ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ചിത്ര തിരുനാൾ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ശ്രീമൂലം തിരുനാൾ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആൻസർ കമൻറ്റ് ചെയ്യൂ. ആരാണ് പിന്നാക്ക വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി? ഇവിടെ ശരി ഉത്തരം ആരാണ്? ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി ആണോ? ഓപ്ഷൻ ബി സ്വാതി തിരുനാളാണോ? ഓപ്ഷൻ സി ചിത്ര തിരുനാളാണോ? ഓപ്ഷൻ ഡി ശ്രീമൂലം തിരുനാളാണോ? ഏതാണ് ശരി ഉത്തരം? നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. 1921 കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. ഈ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് എന്ത് സംഭവിക്കുന്നത്? പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിച്ചത്. ഓക്കെ, പിന്നാക്ക വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം അനുവദിച്ച സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാളിൻ്റെ മറ്റ് നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അതായത് നിങ്ങൾക്കറിയാം പ്രശസ്തമായ മലയാളി മെമ്മോറിയൽ അല്ലേ? 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത് അല്ലേ? ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കായിരുന്നു? ശ്രീമൂലം തിരുനാളിനായിരുന്നു അല്ലേ? അതുപോലെ തന്നെ 1896 ഒന്നാം ഈഴവ മെമ്മോറിയൽ 1896 ഒന്നാം ഈഴവ മെമ്മോറിയൽ വരുന്നത്. അത് സമർപ്പിച്ചതായിരിക്കായിരുന്നു? അത് സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനായിരുന്നു അല്ലേ? അങ്ങനെ മലയാളി മെമ്മോറിയൽ 1891 ഒന്നാം ഈഴവ മെമ്മോറിയൽ 1896 സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് ആര്? ശ്രീമൂലം തിരുനാൾ എന്ന് പറയുന്നത്. ഞാൻ മാക്സിമം കണക്റ്റഡ് ഫാക്റ്റ് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് മാക്സിമം യൂസ്ഫുൾ ആവണം എന്നതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, അതായത് തീയതി വർഷമൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചു. ആർക്ക്? ശ്രീമൂലം തിരുനാൾ രാമവർമ്മയ്ക്ക്. അതായത് ശ്രീമൂലം തിരുനാൾ എന്നത് അദ്ദേഹത്തിൻ്റെ രാജനാമമാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് രാമവർമ്മയാണ്. ശ്രീമൂലം തിരുനാൾ രാമവർമ്മയ്ക്ക് 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നു. ഓക്കെ, മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചത് ആരായിരുന്നു? KP ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവെച്ച വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, മലയാളി മെമ്മോറിയലിൽ GP പിള്ളയാണ് ആര്? രണ്ടാമതായിട്ട് ഒപ്പുവെച്ചത്. മലയാളി മെമ്മോറിയലിൽ രണ്ടാമതായി ഒപ്പുവെച്ചത് ആരാണ്? GP പിള്ളയാണ്. ഡോക്ടർ പൽപ്പു ആയിരുന്നു മൂന്നാമത് ഒപ്പുവെച്ചത്. ഓക്കെ, 1896 സെപ്റ്റംബർ 3 ഒന്നാം ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. 1896 സെപ്റ്റംബർ 3 ഈ വർഷം ഏതാണ്? 1896 സെപ്റ്റംബർ 3 തീയതി ഏതാണ്? സെപ്റ്റംബർ 3 ഈ ഒന്നാം ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുന്നത്. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ ഭരണാധികാരി ആരാണ്? അതും ശ്രീമൂലം തിരുനാളാണ്. 1896 കേട്ടോ. 1896 തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. പിന്നെ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവും ശ്രീമൂലം തിരുനാളാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പിന്നോക്ക സമുദായത്തെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ച ഭരണാധികാരിയും ശ്രീമൂലം തിരുനാളാണ്. അതുപോലെ തന്നെ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. കൂടാതെ റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വകുപ്പ് വേർപെടുത്തിയ സമയത്തെ ഭരണാധികാരി ആരാണ്? അതായത് റവന്യൂ വകുപ്പും ദേവസ്വം വകുപ്പും അന്ന് ഒന്നായിരുന്നു. അത് റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വകുപ്പിനെ വേർപെടുത്തി ആര്? ശ്രീമൂലം തിരുനാളും. അതുപോലെ രണ്ടാം ഈഴവ മെമ്മോറിയൽ, അതായത് 1896 ഒന്നാം ഈഴവ മെമ്മോറിയൽ, അത് കഴിഞ്ഞിട്ട് രണ്ടാം ഈഴവ മെമ്മോറിയൽ കൈസൺ പ്രഭുവിന് സമർപ്പിച്ചു. അതായത് ശ്രീമൂലം തിരുനാൾ അത് ഗൗനിക്കാതിരുന്നത് കൊണ്ട് അന്നത്തെ പ്രഭുവായിരുന്ന കൈസൺ പ്രഭുവിന് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. ആ സമയത്തെ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളാണ്. ഈ ഈഴവ മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് അല്ലേ?
1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോഴുള്ള തിരുവിതാംകൂർ രാജാവ് ആരാണ്? അതും ശ്രീമൂലം തിരുനാൾ. അതായത് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു കണക്റ്റഡ് ഫാക്ട് കിട്ടിയത് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു അല്ലേ? ആ ആരംഭിക്കുമ്പോഴുള്ള തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയായിരുന്നു. വൈക്കം സത്യാഗ്രഹ സമയത്ത് നാട് നീങ്ങിയ തിരുവിതാംകൂർ ഭരണാധികാരിയും ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. അതായത് 1924 വരെയാണ് ശ്രീമൂലം 1885 മുതൽ 1924 വരെയാണ് ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്, ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്, ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അതിൽ 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നെങ്കിലും വൈക്കം സത്യാഗ്രഹ സമയത്ത് ഇദ്ദേഹം നാട് നീങ്ങുകയും ചെയ്യുന്നു. വൈക്കം സത്യാഗ്രഹ സമയത്ത് നാട് നീങ്ങിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അതും ശ്രീമൂലം തിരുനാളാണ്. അപ്പം ചോദ്യം 5ൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി. അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്റ്റും നിങ്ങൾക്ക് കിട്ടിയില്ലേ? ശ്രീമൂലം തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കണക്റ്റഡ് ഫാക്ട്സും നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി നമുക്ക് ചോദ്യം 6ലേക്ക് പോകാം. ചോദ്യം 6. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാൻ ആരാണെന്നാണ്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ഓപ്ഷൻസ് നോക്കൂ. നിങ്ങൾക്ക് ഉത്തരം അറിയെങ്കിൽ ടൈപ്പ് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ. ഓപ്ഷൻസ്: എ ടി രാമറാവു ആണോ, ബി ഉമ്മിണിത്തമ്പി ആണോ, സി രാമയ്യൻ ദളവയാണോ, ഡി വേലുത്തമ്പി ദളവയാണോ? ആരാണ് ഇവിടെ ശരി ഉത്തരം? ആരാണ് ശരി ഉത്തരം? ടി രാമറാവുവാണ് അല്ലേ? ടി രാമറാവുവാണ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാൻ. അതായത് 1888 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ, അതായത് ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിക്കുന്നു 1888. അന്നത്തെ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. 1888 ശ്രീമൂലം തിരുനാളാണ് രാജാവെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ച ദിവാൻ ആരായിരുന്നു? ടി രാമറാവു ആയിരുന്നു. അതായത് ശ്രീമൂലം തിരുനാളിൻ്റെ ദിവാനായിരുന്നു ടി രാമറാവു. ടി രാമറാവു ആണ് എന്താണ് തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിക്കാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഓക്കെ. ഇന്ത്യയിൽ ഒരു നാട്ടുരാജ്യത്ത് ആദ്യമായി നിയമനിർമ്മാണ സഭ വന്നത് എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. ഓക്കെ. ഇന്ത്യയിൽ അതൊരു ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണ് കേട്ടോ. ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്ത് ആദ്യമായി നിയമനിർമ്മാണ സഭ വന്നത് എവിടെയാണെന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അത് എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. 1888 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നത്. ആരുടെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് ചോദിച്ചാൽ ടി രാമറാവു എന്ന ദിവാൻ 1887 മുതൽ 1892 വരെ ദിവാനായിരുന്ന ആളായിരുന്നു ആര്? ടി രാമറാവു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിക്കുന്നത്. ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്? ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പം ചോദ്യം 6മായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന്, ഈ ഉത്തരം കൃത്യമായി കിട്ടിയെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചോദ്യം 7ലേക്ക് പോകാം. എന്താണ് ചോദ്യം 7? ചോദ്യം 7 എന്താണ്? ചോദ്യം 7 കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്നാണ്. ഓപ്ഷൻ എ ആയില്യം തിരുനാളാണോ, ഓപ്ഷൻ ബി അനിഴം തിരുനാളാണോ, ഓപ്ഷൻ സി ഉത്രം തിരുനാളാണോ? ഏതാണ് ശരി ഉത്തരം? നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. അതായത് കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശരിയായ ഉത്തരം ഉത്രം തിരുനാളാണ്. അതായത് കേരളത്തിലെ ആദ്യത്തെ അഞ്ചൽ, അന്നത്തെ പോസ്റ്റൽ സംവിധാനത്തിൻ്റെ പേരായിരുന്നു അഞ്ചൽ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ അഞ്ചൽ സർവീസ്, അതായത് പോസ്റ്റ് ഓഫീസ് സംവിധാനം 1852 രൂപീകരിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചില രേഖകളിൽ എന്താണ് പറയുന്നത്? 1857 PSCയുടെ ഉത്തരം 1857 തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ 1857 എടുത്താൽ മതി. കേരളത്തിലെ ആദ്യത്തെ അഞ്ചൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം 1857 ആലപ്പുഴയിൽ സ്ഥാപിതമായി. എവിടെയാണ്? ആലപ്പുഴയിൽ. ഓക്കെ. അന്നത്തെ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അഞ്ചൽ സമ്പ്രദായം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത ഇദ്ദേഹമാണ് അന്നത്തെ ദിവാൻ ടി മാധവറാവു. ഉത്രം തിരുനാളിൻ്റെ മറ്റ് നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? അടിമകളുടെ കുട്ടികൾക്ക് മോചനം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1847 മുതൽ 1860 വരെയായിരുന്നു. ഓക്കെ. 1847 മുതൽ 1860 വരെ തിരുവിതാംകൂർ ഭരിച്ച രാജാവായിരുന്നു ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അടിമകളുടെ കുട്ടികൾക്ക് മോചനം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയും ഈ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു.
ചാന്നാർ സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ എന്താണ്, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറച്ച് വസ്ത്രധാരണം നടത്താനുള്ള അനുമതി നൽകിയ ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അത് ഏത് വർഷത്തിലാണ്? 1859 ജൂലൈ 26. ഓക്കെ. തിരുവനന്തപുരത്ത് പെൺപള്ളിക്കൂടം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപ്പായി ലഹള നടന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വരുമ്പോഴുള്ള ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ 1857 സ്ഥാപിച്ചത്. മറ്റ് ചില രേഖകളിൽ 1852 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ PSCയുടെ ഉത്തരം നോക്കിയിട്ട് 1857 നിങ്ങൾ പഠിച്ചോളൂ. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി സ്ഥാപിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അത് 1859 ആലപ്പുഴയിൽ വന്നു. ഏത് കയർ ഫാക്ടറി? കയർ ഫാക്ടറിയുടെ പേരെന്തായിരുന്നു? ഡാറാസ് മെയിൽ കേട്ടോ. അതായത് ഡാറാസ് മെയിൽ സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ജെയിംസ് ഡാറയും ഹെൻറി സ്മെയിലാണ്. ഈ ഐറിഷ് വംശജരായ അമേരിക്കക്കാരനാണ് ജെയിംസ് ഡാറ. ഇവർ തമ്മിൽ ചേർന്ന് ആരംഭിച്ച കയർ ഫാക്ടറി ആയിരുന്നു ഡാറാസ് മെയിൽ. ഓക്കെ. അതും ആരുടെ കാലഘട്ടത്തിലാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം 7 കുറച്ച് കണക്റ്റഡ് ഫാക്റ്റും, ചോദ്യം 7ന്റെ ഉത്തരവും കുറച്ച് കണക്റ്റഡ് ഫാക്റ്റും നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് ചോദ്യം 8 നോക്കാം. ചോദ്യം 8. കൃഷ്ണശർമ്മൻ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു? കൃഷ്ണശർമ്മൻ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മയുടെ ആണോ? ഓപ്ഷൻ ബി ശ്രീമൂലം തിരുനാളിൻ്റെ ആണോ? ഓപ്ഷൻ സി കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ആണോ? ഓപ്ഷൻ ഡി അവിട്ടം തിരുനാൾ രാമവർമ്മയുടെ ആണോ? ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. അതായത് കൃഷ്ണശർമ്മൻ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു? അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ. അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1729 1758. അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ പ്രധാന കവിയായിരുന്നു കൃഷ്ണശർമ്മൻ. ഈ കൃഷ്ണശർമ്മൻ ആരുകൂടിയായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഗുരു കൂടിയായിരുന്നു ആര്? കൃഷ്ണശർമ്മൻ. ഓക്കെ. അപ്പോൾ നമുക്ക് 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും കിട്ടി. ഇനി നമുക്ക് ചോദ്യം 9 നോക്കാം. ചോദ്യം 9 എന്താണ്? സൈന്യത്തിൽ നായർ പട്ടാളം എന്ന പേരിൽ സൈനിക വിഭാഗം രൂപീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന്. അതായത് സൈന്യത്തിൽ നായർ പട്ടാളം എന്ന പേരിൽ സൈനിക വിഭാഗം രൂപീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ ആയില്യം തിരുനാൾ രാമവർമ്മയാണോ? ഓപ്ഷൻ ബി വിശാഖ തിരുനാളാണോ? ഓപ്ഷൻ സി ശ്രീ ചിത്ര തിരുനാളാണോ? ഓപ്ഷൻ ഡി സ്വാതി തിരുനാളാണോ? ആരാണ് സൈന്യത്തിൽ നായർ പട്ടാളം എന്ന പേരിൽ സൈനിക വിഭാഗം രൂപീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി? ഇവിടെ ശരിയുത്തരം സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം ഏതാണ്? 1829 മുതൽ 1846 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവായിരുന്നു സ്വാതി തിരുനാളായിരുന്നു. ദക്ഷിണ ഭോജൻ, ഗർഭശ്രീമാൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. അതായത് ദക്ഷിണ ഭോജൻ, ഗർഭശ്രീമാൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? സ്വാതി തിരുനാളാണ്. അതുപോലെ സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ആര്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേരെന്താണ്? രാമവർമ്മ. ഭരണകാലഘട്ടം 1829 മുതൽ 1846 വരെ. ഓക്കെ. ഇതൊക്കെ കണക്റ്റിംഗ് ഫാക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നെ കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു ആര്? സ്വാതി തിരുനാൾ. എന്താണ്? കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു സ്വാതി തിരുനാൾ. അതുപോലെ തന്നെ എന്താണ്? ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആരാണ്? ഹജൂർ കച്ചേരി നേരത്തെ വേലുത്തമ്പി ദളവ എവിടെയായിരുന്നു സ്ഥാപിച്ചത്? കൊല്ലത്തായിരുന്നു സ്ഥാപിച്ചത്. അവിട്ടം തിരുനാളിൻ്റെ കാലഘട്ടത്ത് വേലുത്തമ്പി ആയിരുന്നു ദിവാന്. അദ്ദേഹം കൊല്ലത്തായിരുന്നു ഹജൂർ കച്ചേരി, അതായത് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചിരുന്നത് കൊല്ലത്തായിരുന്നു. ആ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. പിന്നീട് ശുചീന്ദ്രൻ കൈമുക്ക് എന്നൊരു പ്രാചീന ശിക്ഷാരീതി നിലവിലുണ്ടായിരുന്നു അക്കാലത്ത്. അത് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. കൂടാതെ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. അതുപോലെ ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? എന്താണ്? ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഭരണാധികാരി സ്വാതി തിരുനാളാണ്. കൂടാതെ മോഹിനിയാട്ടത്തിൽ വർണ്ണം, പദം, തില്ലാന എന്നിവ കൊണ്ടുവന്ന രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. കൂടാതെ 20ലധികം ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്തിരുന്ന ഒരു തിരുവിതാംകൂർ രാജാവായിരുന്നു ആര്? സ്വാതി തിരുനാൾ. 20ലധികം ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്തിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ.
തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയ ഭരണാധികാരി ആരായിരുന്നു? സ്വാതി തിരുനാളായിരുന്നു. അതാണ് നമ്മുടെ ചോദ്യം. സൈന്യത്തിൽ നായർ പട്ടാളം എന്ന പേര് സൈനിക വിഭാഗം രൂപീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാളായിരുന്നു. ഈ സേനയ്ക്ക് നൽകിയിരുന്ന പേരാണ് എന്ത്? നായർ ബ്രിഗേഡ്. ഓക്കെ. അതുപോലെ ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത് സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടമാണ്. എന്താണ് ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത്? സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടമാണ്. ഓക്കെ. സ്വാതി തിരുനാളിന്റെ സഭയിൽ ആസ്ഥാന വിദ്വാൻമാർ തഞ്ചാവൂർ നാൽവർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് ആരൊക്കെയായിരുന്നു? സ്വാതി തിരുനാളിന്റെ സഭയിലെ ആസ്ഥാന വിദ്വാൻമാർ തഞ്ചാവൂർ നാൽവർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവര് വടിവേലു, പൊന്നയ്യ, ചിന്നയ്യ, ശിവാനന്ദൻ എന്നിവരാണ്. ആരൊക്കെയാണ്? തഞ്ചാവൂർ നാൽവർ സംഘം ആരാണ്? വടിവേലു, പൊന്നയ്യ, ചിന്നയ്യ, ശിവാനന്ദൻ. തഞ്ചാവൂർ നാൽവർ സംഘം എന്നറിയപ്പെട്ടിരുന്നത് വടിവേലു, പൊന്നയ്യ, ചിന്നയ്യ, ശിവാനന്ദൻ. ഓക്കെ. സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് സ്കൂൾ 1834 സ്ഥാപിച്ചു. 1834 സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൽ ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് എന്തായി മാറുന്നത്? രാജാസ് ഫ്രീ സ്കൂളായും പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജായും മാറി. തിരുവിതാംകൂറിൽ 1834 സ്വാതി തിരുനാൾ സ്ഥാപിച്ച സ്കൂളാണ് എന്ത്? രാജാസ് ഫ്രീ സ്കൂൾ. ഇതാണ് പിന്നീട് എന്തായത്? യൂണിവേഴ്സിറ്റി കോളേജായി മാറിയത്. ഓക്കെ. സ്വാതി തിരുനാളാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രാജാവ്. സ്വാതി തിരുനാളാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രാജാവ്. സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവിയായിരുന്നു ആര്? ഇരയിമ്മൻ തമ്പി. സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവിയാണ് ഇരയിമ്മൻ തമ്പി. നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ ഓർമ്മ ഉണ്ടാവും, ഓമനത്തിങ്കൽ കിടാവോ എന്നൊരു താരാട്ട് പാട്ട് അല്ലേ? ഉന്തുന്തുന്തുന്തുന്ത് ആനയുന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അധ്യാപകർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവുക പാട്ട്. അപ്പോൾ ഓമനത്തിങ്കൽ കിടാവോ എന്ന താരാട്ട് പാട്ട് രചിച്ചതാരായിരുന്നു? ഇരയിമ്മൻ തമ്പിയായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് 1836 തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടക്കുന്നത്. അത് ആദ്യത്തെ കാലഘട്ടത്തിലാണ്? സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. അതായത് തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം 1836. എന്നാൽ തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന ആദ്യത്തെ കാലഘട്ടത്തിലാണ്? അത് 1875. 1875 ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. പിന്നീട് സ്വാതി തിരുനാൾ സ്ഥാപിച്ച എന്തൊക്കെയാണ്? തൈക്കാട് ആശുപത്രി സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. അതുപോലെ കുതിരമാളിക സ്ഥാപിച്ചതാരാണ്? സ്വാതി തിരുനാളാണ്. മൃഗശാല സ്ഥാപിച്ചതാരാണ്? സ്വാതി തിരുനാളാണ്. വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചതാരാണ്? സ്വാതി തിരുനാളാണ്. ട്രാവൻകൂർ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചതാരാണ്? സ്വാതി തിരുനാളാണ്. നക്ഷത്ര ബംഗ്ലാവും മുൻസിഫ് കോടതിയും സ്ഥാപിച്ചതാരാണ്? നക്ഷത്ര ബംഗ്ലാവും മുൻസിഫ് കോടതിയും സ്ഥാപിച്ചതാരാണ്? സ്വാതി തിരുനാളാണ്. ഓക്കെ. അപ്പം ചോദ്യം 9 നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കണക്റ്റിംഗ് ഫാക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് കണക്റ്റഡ് ഫാക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 10ാമത്തെ ചോദ്യം എന്താണ്? കുറുമ്പൻ ദൈവത്താൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ഏതാണെന്നാണ്. കുറുമ്പൻ ദൈവത്താൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ഏതാണ്? കുറുമ്പൻ ദൈവത്താൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ഏതാണ്? 1916 ആണോ? 1927 ആണോ? 17 ആണോ? 18 ആണോ? നിങ്ങൾ നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. ശരി ഉത്തരം 1917 എന്താണ്? അയ്യങ്കാളിക്ക് ശേഷം ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രണ്ടാമത്തെ പുലയ വിഭാഗക്കാരനായിരുന്നു ആര്? കുറുമ്പൻ ദൈവത്താൻ. 1912 അയ്യങ്കാളി ആദ്യമായ അംഗമായി. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി ആദ്യമായി 1912 അംഗമായി. പിന്നാലെ 1917 ആര്? കുറുമ്പൻ ദൈവത്താൻ അംഗമായി. അപ്പോൾ 10ാമത്തെ ചോദ്യം കുറുമ്പൻ ദൈവത്താൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ഏതാണെന്നായിരുന്നു. അതിന് ശരിയായ ഉത്തരം 1917. 11ാമത്തെ ചോദ്യം എന്താണ്? കുളം തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരം നേടിയത് ആരുടെ കാലഘട്ടത്തിലാണ്? കുളം തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരം നേടിയത് ആരുടെ കാലഘട്ടത്തിലാണ്? ഓപ്ഷൻ എ ഉത്രം തിരുനാളാണോ? ഓപ്ഷൻ ബി ധർമ്മരാജയാണോ? ഓപ്ഷൻ സി വിശാഖം തിരുനാളാണോ? ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മയാണോ? ആരാണ്? ഓപ്ഷൻ എ ഉത്തര തിരുനാളാണോ? ധർമ്മരാജയാണോ? വിശാഖം തിരുനാളാണോ? മാർത്താണ്ഡവർമ്മയാണോ? ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓപ്ഷൻ ഡി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ. എന്താണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ നിരവധി കുളങ്ങൾ കുഴിപ്പിച്ചിരുന്നു. ആ കാലത്ത് അതായത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഒരുപാട് കുളങ്ങൾ കുഴിപ്പിച്ചിരുന്നു. അങ്ങനെ കുളം തോണ്ടി എന്നൊരു ശൈലി അക്കാലത്ത് പ്രചാരത്തിൽ വന്നു. അങ്ങനെയാണ് കുളം തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരം നേടിയത്. ഇത് ആരുടെ കാലഘട്ടത്താണ്?
മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്താണ്. ഇനി നമുക്ക് മാർത്താണ്ഡവർമ്മയെ ബന്ധപ്പെട്ട് അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയെ ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റഡ് ഫാക്റ്റ് നോക്കാം. ഓക്കെ, തിരുവിതാംകൂറിൻ്റെ പ്രമുഖ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ ആരുടെ കാലഘട്ടത്തിലാണ്? അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. ഈ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഒരു പേരുണ്ടായിരുന്നു. ഏതെന്തായിരുന്നു? തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര്. ഓക്കെ, അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരെ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലായിരുന്നു? വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ് എന്ത്? ചട്ടവരിയോലകൾ. തിരുവിതാംകൂറിൽ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ഏതാണ്? ചട്ടവരിയോലകളാണ്. എന്താണ്? തിരുവിതാംകൂറിൽ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ. ഈ ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു? അന്നത്തെ ദിവാനായിരുന്ന കേണൽ മൺട്രോയാണ് എന്ത്? ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത്. കൂടാതെ വഞ്ചീശമംഗളം അതെന്തായിരുന്നു? തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമായിരുന്നു. ഇന്ന് നമുക്ക് ഇന്ത്യക്കൊരു ദേശീയ ഗാനമുണ്ട് അല്ലേ? ജനഗണമന. ദേശീയ ഗീതം എന്താണ്? വന്ദേ മാതരം അല്ലേ? അതുപോലെ തന്നെ അന്ന് തിരുവിതാംകൂറിനുണ്ടായിരുന്ന ഒരു ദേശീയ ഗാനമാണ് വഞ്ചീശമംഗളം. എന്താണ്? വഞ്ചീശമംഗളം. തിരുവിതാംകൂറിൻ്റെ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്തായിരുന്നു? വലംപിരി ശംഖായിരുന്നു. എന്താണ്? വലംപിരി ശംഖാണ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്നത്. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ദളവ അഥവാ ദിവാൻ എന്നാണ്. ദളവ, ദിവാൻ എന്നൊക്കെയായിരുന്നു എന്ത്? തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത്. പിന്നെ നാഞ്ചിനാടിനെയാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. അതായത് ഒരു കണക്റ്റഡ് ഫാക്റ്റാണ്. നാഞ്ചിനാടിനെയാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ഏതാണെന്ന ചോദ്യം വരുന്നേക്കാം. അപ്പം നിങ്ങൾക്ക് എന്ത് എഴുതാം? നാഞ്ചിനാട്. ഓക്കെ, തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടിയില്ലേ? അത് ഉത്തരം എന്താണ്? നാഞ്ചിനാടിനാണ്. പിന്നെ തിരുവിതാംകൂറിൽ ആദ്യത്തെ സംഭവങ്ങൾ, ആദ്യത്തെ ദളവ എന്ന് പറയുന്നത് എന്താണ്? അറുമുഖം പിള്ളയാണ്. ദിവാൻ ആരായിരുന്നു? രാജാ കേശവദാസ് ആയിരുന്നു. ബ്രിട്ടീഷ് ദിവാൻ ആരാണ്? കേണൽ മൺട്രോയാണ്. റെസിഡന്റ് ദിവാൻ കേണൽ മൺട്രോ ആണ്. അതായത് ബ്രിട്ടീഷ് ദിവാനും റെസിഡന്റ് ദിവാൻ ആരായിരുന്നു? കേണൽ മൺട്രോ ആണ്. ഓക്കെ, ബ്രിട്ടീഷ് റെസിഡന്റ് ആരായിരുന്നു? കേണൽ മെക്കാളെ ആയിരുന്നു. എന്നാൽ ദിവാൻ ആരായിരുന്നു? കേണൽ മൺട്രോ ആയിരുന്നു. മുസ്ലിം ദിവാൻ, അതായത് തിരുവിതാംകൂറിൽ ആദ്യത്തെ അവസാനത്തെ മുസ്ലിം ദിവാൻ ആരായിരുന്നു? മുഹമ്മദ് ഹബീബുള്ളയായിരുന്നു. ഓക്കെ, ഇപ്പോൾ തിരുവിതാംകൂറിനെ കുറിച്ച് ചെറിയൊരു കണക്റ്റഡ് ഫാക്ട്സ് കിട്ടിയില്ലേ? ഇനി ഈ മതിലകം ഗ്രന്ഥാവലി എന്ന് കേട്ടിട്ടില്ലേ? അതായത് മതിലകം ഗ്രന്ഥാവലിയുമായി ബന്ധപ്പെട്ട രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. അതുപോലെ തന്നെ ശ്രീ പത്മനാഭസ്വാമിയാണ് തിരുവിതാംകൂറിൻ്റെ ആരാധനാമൂർത്തി. തിരുവിതാംകൂറിൻ്റെ ആരാധനാമൂർത്തി ആരായിരുന്നു? ശ്രീ പത്മനാഭസ്വാമിയാണ്. ശ്രീ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരെയാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരെ എന്താണ് അറിയപ്പെട്ടിരുന്നത്? പത്മനാഭദാസന്മാർ എന്നാണ്. പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരെയായിരുന്നു. ഇപ്പോൾ അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം 1729 മുതൽ 1758 വരെയാണ്. അതായത് 1758 വരെയാണ്. 1729 മുതൽ 1758 വരെയായിരുന്നു. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ ആരാണ്? അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1706 മാർത്താണ്ഡവർമ്മ ജനിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയും ആരായിരുന്നു? ഞാൻ എന്നെ വിമൽ കുമാറാണ് വിളിക്കുന്നത് എന്ന് പറയുന്നത് പോലെയൊക്കെ എന്താണ്? അന്ന് മാർത്താണ്ഡവർമ്മ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് എന്താണ്? നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ. എന്താണ്? നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയും ആരാണ്? അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഉദയഗിരിക്കോട്ട പുതുക്കി പണിത ഭരണാധികാരി ആരാണ്? ഉദയഗിരിക്കോട്ട പുതുക്കി പണിത ഭരണാധികാരി ആരായിരുന്നു? അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? അതും മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. ആലപ്പുഴയിൽ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷ എന്ന ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഇത് പണി കഴിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. കൂടാതെ കൊട്ടാരക്കരയെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തെക്കുംകൂർ വടക്കുംകൂർ എന്നിവയെ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരിയും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരിയും മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂർ പതിവ് കണക്ക് സമ്പ്രദായം ബജറ്റ് കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ്? അതായത് പതിവ് കണക്ക് സമ്പ്രദായമാണ് ബജറ്റ് എന്നറിയപ്പെട്ടിരുന്നത്. അത് കൊണ്ടുവന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഏത് മാർത്താണ്ഡവർമ്മ? അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ. കൂടാതെ ഹിരണ്യഗർഭം എന്ന ക്ഷേത്രച്ചടങ്ങ് ആരംഭിച്ചത് ആരുടെ കാലത്താണ്? അത്
മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. കൽക്കുളമാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം. കൽക്കുളം എന്ന് പറയുന്ന പ്രദേശമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം. മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനമാണ് മാവേലിക്കര. മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനമായിരുന്നു മാവേലിക്കര. മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രിയാണ് രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി ആരായിരുന്നു? രാമയ്യൻ ദളവ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആഘോഷമായിരുന്നു മുറജപം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആഘോഷമായിരുന്നു മുറജപം. 1750 മുറജപം ആദ്യമായി ആഘോഷിച്ചത്. 1750 മുറജപം ആദ്യമായി ആഘോഷിച്ചത്. 1750 എന്ത് മുറജപം ആദ്യമായി ആഘോഷിച്ചത്. മുറജപം ആദ്യമായി ആഘോഷിച്ചത് എന്നാന്ന് ചോദിച്ചാൽ എന്നാണ്? 1750 മുറജപം ആഘോഷിക്കുന്നത് 6 വർഷത്തിൽ ഒരിക്കലാണ്. അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു മുറജപം. ഇത് ആഘോഷിച്ചിരുന്നത് എന്നാണ്? 6 വർഷത്തിൽ ഒരിക്കലാണ്. മുറജപവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഭദ്രദീപം. വർഷത്തിൽ 2 തവണ ഭദ്രദീപം കൊളുത്തിയിരുന്നു. മുറജപവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഭദ്രദീപം, വർഷത്തിൽ 2 തവണ. ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം കേട്ടോ. അതായത് 1 മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് ഇതൊക്കെ സഹായിക്കും. നിങ്ങളെല്ലാവരും എന്നിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യണം എത്ര മാർക്ക് കിട്ടിയെന്ന്. മുറജവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഭദ്രദീപം. വർഷത്തിൽ 2 തവണയാണ് നടത്തിയിരുന്നത്. കായംകുളം രാജാവ് മാർത്താണ്ഡവർമ്മ എന്നിവരാണ് മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജാക്കന്മാർ. കായംകുളം രാജാവ് മാർത്താണ്ഡവർമ്മ എന്നിവരാണ് മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജാക്കന്മാർ. കായംകുളം രാജാവ് മാർത്താണ്ഡവർമ്മ എന്നിവരാണ് മാന്നാർ ഉടമ്പടി ഏത് വർഷമാണ്? 1742 മാന്നാർ ഉടമ്പടി. കായംകുളം രാജാവ് മാർത്താണ്ഡവർമ്മ എന്നിവരാണ് മാന്നാർ ഉടമ്പടി. 1742 മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ച രാജാക്കന്മാർ. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീരകേരളവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച രാജാവ് ആരാണ്? വീരകേരളവർമ്മയാണ്. പുറക്കാട് യുദ്ധത്തിലൂടെയാണ് പുറക്കാട് യുദ്ധം നടന്ന വർഷം ഏതാണ്? പുറക്കാട് യുദ്ധം 1746. പുറക്കാട് യുദ്ധത്തിലൂടെയാണ് മാർത്താണ്ഡവർമ്മ കായംകുളം, അതായത് കായംകുളത്തിൻ്റെ ഒരു പേരാണ് ഓടനാട് പിടിച്ചടക്കിയ ഏത് യുദ്ധത്തിലാണ്? പുറക്കാട് യുദ്ധത്തിലൂടെയാണ്. അത് ഏത് വർഷമാണ്? 1746. ഓക്കെ. ഇന്നത്തെ താലൂക്കിന് സമാനമായി മാർത്താണ്ഡവർമ്മയുടെ കാലത്തുണ്ടായിരുന്ന ഘടകമാണ് എന്ത്? മണ്ഡപത്തും വാതുക്കൽ. എന്താണ്? മണ്ഡപത്തും വാതുക്കൽ. ഇന്നത്തെ താലൂക്കിന് സമാനമായി മാർത്താണ്ഡവർമ്മയുടെ കാലത്തുണ്ടായിരുന്ന ഘടകമായിരുന്നു മണ്ഡപത്തും വാതുക്കൽ. ഓക്കെ. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ ആരൊക്കെയാണ്? രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും. ഓക്കെ. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയാണ് കൃഷ്ണശർമ്മൻ. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി ആരായിരുന്നു? കൃഷ്ണശർമ്മനായിരുന്നു. 1850 ജനുവരി 3 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. 1750 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ എന്ത് നടത്തുന്നു? തൃപ്പടിദാനം നടത്തുന്നു. 1753 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചു. അതാര് തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. 1753 മാർത്താണ്ഡവർമ്മ മാവേലിക്കര ഉടമ്പടി ഡച്ചുകാരുമായി ഒപ്പുവെച്ചു. പള്ളിയാടി മല്ലൻ ശങ്കരനാണ് മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി. അതായത് അന്നത്തെ റവന്യൂ മന്ത്രി ആരായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ? പള്ളിയാടി മല്ലൻ ശങ്കരൻ. പിന്നീട് പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ്. മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741 ഓഗസ്റ്റ് 10 ഈ ഡേറ്റും തീയതിയൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചോളൂ. ഇതൊക്കെ ചോദിച്ചേക്കാം. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ കീഴടക്കിയ ഡച്ച് സൈന്യാധിപനാണ് ക്യാപ്റ്റൻ ഡിലനോയി. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ കീഴടക്കിയ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു? ക്യാപ്റ്റൻ ഡിലനോയി. ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയി. ക്യാപ്റ്റൻ ഡിലനോയി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് വലിയ കപ്പിത്താൻ. ആരാണ്? വലിയ കപ്പിത്താൻ. തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? തക്കലയ്ക്കടുത്ത്. തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? മാർത്താണ്ഡവർമ്മ അന്ന് ബ്രിട്ടീഷുകാരെ ഭയന്ന് ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് എവിടെയായിരുന്നു? നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു. ഈ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ തുടങ്ങിയ ചില ചരിത്ര നോവലുകളുണ്ട്. ഇത് രചിച്ചത് ആരാണ്? CV രാമൻ പിള്ളയാണ്. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ എന്നീ ചരിത്ര നോവലുകൾ രചിച്ചത് CV രാമൻ പിള്ള.
ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്തുണ്ടായിരുന്ന ചില യുദ്ധങ്ങളും ഉടമ്പടികൾ ഏതാണെന്ന് നോക്കാം. 1723 ബ്രിട്ടീഷുകാരുമായി വേണാട് ഉടമ്പടി മാർത്താണ്ഡവർമ്മ ഒപ്പുവെക്കുന്നത്. അത് ഏത് വർഷമാണ്? 1723 ബ്രിട്ടീഷുകാരുമായി വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്തത് 1730 തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്തത് 1730 1742 മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്തത്. 1742 മാർത്താണ്ഡവർമ്മ ഏത് പ്രദേശം പിടിച്ചെടുക്കുന്നത്? കിളിമാനൂർ പിടിച്ചെടുക്കുന്നത്. മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചത് 1742 അതായത് മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചതും 1742 1746 പുറക്കാട് യുദ്ധം. പുറക്കാട് യുദ്ധത്തിലൂടെയാണ് കായംകുളം ഓടനാട് പിടിച്ചെടുക്കുന്നത്. 1746 പുറക്കാട് യുദ്ധം നടക്കുന്നത്. അന്നാണ് കായംകുളം പിടിച്ചടക്കുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പാണ് മുളക് മടിശീല എന്നറിയപ്പെടുന്നത്. ഓക്കെ, മുളക് മടിശീലക്കാരാണ് തിരുവിതാംകൂറിലെ വ്യവസായികൾ എന്നറിയപ്പെട്ടിരുന്നത്. മുളക് മടിശീലക്കാരാണ് തിരുവിതാംകൂറിലെ വ്യവസായികൾ എന്നറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അതുപോലെ മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയത് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയാണ്. മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം, ഇതൊക്കെ PYQs ആണ് കേട്ടോ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളായിരുന്നു പൊന്മണ, പുത്തനണ എന്നിവ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മനണ, പുത്തനണ എന്നിവ. പിന്നീട് തിരുവിതാംകൂറിൽ അശോകൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ അശോകൻ എന്നറിയപ്പെട്ടത് ആരാണ്? മാർത്താണ്ഡവർമ്മ. എന്നാൽ കേരളത്തിൽ അശോകൻ എന്നറിയപ്പെട്ടത് ആരാണ്? കേരളത്തിലെ അശോകൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? വിക്രമാദിത്യ വരഗുണനായിരുന്നു കേരളത്തിലെ അശോകൻ എന്നറിയപ്പെട്ടത്. ദക്ഷിണേന്ത്യയിൽ അശോകൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? അമോഘവർഷനാണ്. ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെട്ടിരുന്നത് അമോഘവർഷനാണ്. രണ്ടാം അശോകൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? കനിഷ്കനാണ്. രണ്ടാം അശോകൻ എന്നറിയപ്പെട്ടിരുന്നത് കനിഷ്കനാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് NCERT ഫാക്റ്റുകൾ നോക്കാം. അതായത് കുളച്ചൽ യുദ്ധത്തിൻ്റെ കാരണം എന്തായിരുന്നു? കച്ചവടം സംബന്ധിച്ച് തർക്കങ്ങളായിരുന്നു. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി ഇടയാക്കിയ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകാൻ ഇടയാക്കിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരിയാണ് ആര്? മാർത്താണ്ഡവർമ്മ. വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യമാക്കി മാറ്റിയ ആര്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൻ്റെ സൈന്യം കൂടുതൽ ശക്തമായത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ്. ഓക്കെ, ആദ്യമായി ഇന്ത്യയിൽ ഒരു വിദേശ ശക്തിയെ പരാജയപ്പെടുത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കണക്റ്റഡ് ഫാക്റ്റ് ഞാൻ പറഞ്ഞു തന്നു. ഇതിൽ കൂടുതലൊന്നും PSC ഇനി ചോദിക്കില്ല. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചോദ്യം 12 കടക്കാം. നിങ്ങളിത് വ്യക്തമായിട്ട് ക്ലാസ് 1, 2, 3 തവണ കണ്ടുകൊണ്ട് നിങ്ങളിത് ഹൃദിസ്ഥമാക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് ചോദ്യം 12 കടക്കാം. എന്താണ് ചോദ്യം 12? ചോദ്യം 12 എന്താണ്? സ്റ്റേറ്റ്സ്മാൻ, കൽക്കട്ട റിവ്യൂ തുടങ്ങിയ പത്രത്തിൽ ലേഖനം എഴുതിയ തിരുവിതാംകൂർ രാജാവ് ആരാണെന്നാണ്. എന്താണ്? സ്റ്റേറ്റ്സ്മാൻ, കൽക്കട്ട റിവ്യൂ തുടങ്ങിയ പത്രങ്ങളിൽ ലേഖനം എഴുതിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണോ? ശ്രീമൂലം തിരുനാളാണോ? ശ്രീവിശാഖം തിരുനാളാണോ? ശ്രീചിത്ര തിരുനാളാണോ? എന്താണ് ഉത്തരം? ശ്രീവിശാഖം തിരുനാളാണ്. ആരാണ്? ശ്രീവിശാഖം തിരുനാളാണ്. എന്ത്? സ്റ്റേറ്റ്സ്മാൻ, കൽക്കട്ട റിവ്യൂ തുടങ്ങിയ പത്രത്തിൽ ലേഖനം എഴുതിയ തിരുവിതാംകൂർ രാജാവ്. ശ്രീവിശാഖം തിരുനാൾ എന്താണ്? വിശദീകരണം. 1880 മുതൽ 885 വരെയാണ് ശ്രീവിശാഖം തിരുനാളിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു ആർക്ക്? ശ്രീവിശാഖം തിരുനാളിന്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്സ്മാൻ, കൽക്കട്ട റിവ്യൂസ് തുടങ്ങിയ പത്രങ്ങളിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രീവിശാഖം തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കണക്റ്റഡ് ഫാക്റ്റ് നോക്കാം. ശ്രീവിശാഖം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലഘട്ടം 1880 മുതൽ 85 വരെയായിരുന്നു. ഓക്കെ, പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവ് ശ്രീവിശാഖം തിരുനാളായിരുന്നു. അതുപോലെ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ, നിങ്ങൾക്കറിയാം, ഇന്നും മുല്ലപ്പെരിയാർ കരാറുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലെ. തമിഴ്നാടുമായിട്ട് കേരളം ഒപ്പുവെച്ചൊരു കരാറായിരുന്നു മുല്ലപ്പെരിയാർ പാട്ടക്കരാർ. അത് എഴുതി തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവാരായിരുന്നു? അത് ശ്രീവിശാഖം തിരുനാളായിരുന്നു. ഓക്കെ, മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച ഭരണാധികാരിയായിരുന്നു? അത് ശ്രീവിശാഖം തിരുനാളാണ്. അതായത് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് ശ്രീവിശാഖം തിരുനാൾ.
വിശാഖം തിരുനാളിൻ്റെ പ്രസിദ്ധനായ മന്ത്രിയാണ് രാമയ്യങ്കാർ. വിശാഖം തിരുനാളിൻ്റെ പ്രസിദ്ധനായ മന്ത്രിയായിരുന്നു രാമയ്യങ്കാർ. തിരുവിതാംകൂർ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് ശ്രീവിശാഖം തിരുനാളിൻ്റെ ഭരണകാലത്താണ്. അതായത് തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് ശ്രീവിശാഖം തിരുനാളിൻ്റെ ഭരണകാലത്താണ്. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച രാജാവുമാരായിരുന്നു? ശ്രീവിശാഖം തിരുനാളാണ്. തിരുവിതാംകൂർ മരച്ചീനി കൃഷി, ഇതൊക്കെ PYQs ആണ്. തിരുവിതാംകൂർ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച രാജാവ് വിശാഖം തിരുനാളാണ്. ശ്രീവിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനമാണ് ശ്രീവിശാഖ്. എന്താണ്? ശ്രീവിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ആണ് ശ്രീവിശാഖ്. വിശാഖം തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂർ പോലീസിനെയും നീതി നിർവഹണത്തെയും വേർതിരിച്ചത്. വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു തിരുവിതാംകൂർ പോലീസിനെയും നീതി നിർവഹണത്തെയും വേർതിരിച്ചത്. തിരുവിതാംകൂറിൽ ആദ്യ പരുത്തിമിൽ കൊല്ലം ജില്ലയിൽ 1881 സ്ഥാപിച്ചതാരാണ്? ശ്രീവിശാഖം തിരുനാളാണ്. അതുപോലെ നാഞ്ചിനാട്ട ജലസേചന പദ്ധതികൾ വിപുലീകരിച്ചതും ശ്രീവിശാഖം തിരുനാളാണ്. നാഞ്ചിനാടിനെയാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. ഇതിൽ കൂടുതലൊന്നും ശ്രീവിശാഖവും തിരുനാളുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കില്ല. ഓക്കെ, അപ്പം ശ്രീവിശാഖം തിരുനാളും നിങ്ങൾക്ക് സെറ്റായി. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് 13ാമത്തെ ചോദ്യം? തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ച വർഷം ഏതാണെന്നാണ്. തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ച വർഷം ഏതാണ്? 1937 ആണോ, 1936 ആണോ, 1932 ആണോ? തിരുവിതാംകൂർ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ച വർഷത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ഒരു വർഷം നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഏതാണ് ഉത്തരം? 1932 ആണ്. കർഷകരെ ജന്മിമാരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാനാണ് എന്ത് രൂപപ്പെടുത്തുന്നത്? ഭൂപണയ ബാങ്ക് രൂപീകരിക്കുന്നത്. അതായത് കർഷകരെ ജന്മിമാരുടെ, അന്ന് കർഷകർക്ക് ജന്മിമാർ ചെറിയ തുക വായ്പ നൽകുകയും ഭീമമായ രീതിയിൽ അവരിൽ നിന്ന് തിരിച്ചു പിടിക്കുകയും ചെയ്തിരുന്നു. അവരെ നന്നായി ചൂഷണം ചെയ്തിരുന്നു ജന്മിമാർ, ആരെ? കർഷകരെ. അപ്പോൾ അതിൽ നിന്ന് കർഷകരെ ഈ ചൂഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കർഷകരെ ജന്മിമാരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി രൂപീകരിച്ച ബാങ്കായിരുന്നു ഭൂപണയ ബാങ്ക്. ലാൻഡ് മോർട്ടേജ് ബാങ്ക് എന്ന് പറയും. അത് ഇംഗ്ലീഷിൽ ഇതിന് എന്താ പറയും? ലാൻഡ് മോർട്ടേജ് ബാങ്ക്. ശ്രീ ചിത്തിര തിരുനാളാണ് എന്ത് സ്ഥാപിക്കുന്നത്? തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിക്കുന്നത്. ഓക്കെ, തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിക്കുന്നത് ശ്രീ ചിത്തിര തിരുനാളാണ്. ഏത് വർഷത്തിലാണ്? 1932. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 14 എന്താണ്? മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് നമ്മൾ തൊട്ടു മുമ്പ് കുറേ കണക്റ്റഡ് ഫാക്റ്റ് പറഞ്ഞതാണ്. ആരാണ്? നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്തുകൊണ്ട്. ചിത്തിര തിരുനാളാണോ, ശ്രീമൂലം തിരുനാളാണോ, വിശാഖം തിരുനാളാണോ, ആയില്യം തിരുനാളാണോ? ശരി ഉത്തരം എന്താണ്? ശ്രീ വിശാഖം തിരുനാളാണ്. നമ്മൾ വിശാഖം തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കണക്റ്റഡ് ഫാക്റ്റും പറഞ്ഞു പോയതാണ്. അടുത്ത ചോദ്യം 15 എന്താണ്? തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷം ഏതാണ് എന്നാണ്. ഓപ്ഷൻസ് നോക്കൂ. 1838, 1836, 1938, 1936. ഇതിൽ ശരിയുത്തരം ഏതാണ്? 1836 ആണോ, 938 ആണോ, 936 ആണോ? നിങ്ങളുടെ ശരിയുത്തരം കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. ഇവിടെ ശരിയുത്തരം ഏതാണ്? 1936 ആണ്. 1936 ആണ് തിരുവിതാംകൂറിൽ എന്ത് സ്ഥാപിക്കുന്നത്? PSC പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു നാട്ടുരാജ്യത്തിൽ PSC സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. 1936 ശ്രീ ചിത്തിര തിരുനാളാണ് എന്ത് സ്ഥാപിക്കുന്നത്? ആരാണ് സ്ഥാപിക്കുന്നത്? ശ്രീ ചിത്തിര തിരുനാളാണ് PSC 1936 തിരുവിതാംകൂറിൽ സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 16ാമത്തെ ചോദ്യം നോക്കാം. 15ാമത്തെ ചോദ്യവും അതിനുള്ള ഉത്തരവും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി. അതായത് ആരാണ് സ്ഥാപിക്കുന്നത്? ശ്രീ ചിത്തിര തിരുനാളാണ് 1936 ഇന്ത്യയിൽ തന്നെ ഒരു നാട്ടുരാജ്യത്ത് ആദ്യമായിരുന്നു ഒരു PSC സ്ഥാപിച്ചത്. ഓക്കെ, ഇനി നമുക്ക് 16ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. തിരുവിതാംകൂർ ആദ്യമായി ഭൂസർവേ നടത്തിയത് ആരാണെന്നാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയ ആരാണ്? ഓപ്ഷൻ എ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണോ, അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണോ, കാർത്തിക തിരുനാൾ മാർത്താണ്ഡവർമ്മയാണോ, അവിട്ടം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണോ? ആരാണ് ശരി ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. ശരി ഉത്തരം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. നമ്മൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കണക്റ്റഡ് ഫാക്റ്റും പറഞ്ഞു പോയതാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729-758 കാലഘട്ടത്തിലാണ് ഭരിച്ചിരുന്നത്. ഇദ്ദേഹമാണ് നികുതി കൃത്യമായി പിരിക്കാൻ വേണ്ടി ആദ്യമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയത്. ഇതിനെ അറിയപ്പെട്ടിരുന്ന പേരാണ് ഒറ്റയടി പട്ടയം. ഓക്കെ, അപ്പോൾ നമുക്ക് 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് 17ാമത്തെ ചോദ്യം? 17ാമത്തെ ചോദ്യം തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി. തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി ആരാണെന്നാണ് 17ാമത്തെ ചോദ്യം. ആരാണ്?
ആയില്യം തിരുനാളാണോ, വിശാഖം തിരുനാളാണോ, ഉത്രം തിരുനാളാണോ, സ്വാതി തിരുനാളാണോ? ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം ഇവിടെ ഉത്രം തിരുനാളാണ് അല്ലേ? ഉത്രം തിരുനാളാണ് ശരി ഉത്തരം. ഉത്രം തിരുനാളാണ് ശരി ഉത്തരം. നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്തിക്കോളൂ. ഓക്കെ, കമൻറ്റ് ചെയ്തിക്കോളൂ. 1859 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് മിഷണറിയായ മിസ്സിസ് ബ്ലാൻഡിൻ്റെ അതായത് 1859 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് മിഷണറിയായ മിസ്സിസ് ബ്ലാൻഡിൻ്റെ സഹായത്തോടെ തിരുവനന്തപുരത്ത് ആദ്യത്തെ പെൺപള്ളിക്കൂടം ആരംഭിച്ചു. ഇതാണ് ഇന്നത്തെ ഫോർട്ട് ഗേൾസ് സ്കൂളായി മാറുന്നത്. അതായത് അന്ന് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച മിഷണറി സ്കൂളാണ് ഇന്നത്തെ ഫോർട്ട് ഗേൾസ് സ്കൂളായി മാറി. ഫോർട്ട് ഗേൾസ് സ്കൂൾ. ഓക്കെ, ഇനി നമുക്ക് 18ാമത്തെ ചോദ്യം നോക്കാം. ടി കെ മാധവനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുത്ത വർഷം. ടി കെ മാധവനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുത്ത വർഷം ഏതാണ്? ഉത്തരം കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യൂ. ടി കെ മാധവനെ ശ്രീമൂലം പ്രജാസഭയിൽ തിരഞ്ഞെടുത്ത വർഷം 1918 ആണോ, 19 ആണോ, 16 ആണോ, 17 ആണോ? ശരി ഉത്തരം ഏതാണ്? ശരി ഉത്തരം നമുക്ക് നോക്കാം. 1918 ശരി ഉത്തരം. എന്താണ്? 1918 ശരി ഉത്തരം. ടി കെ മാധവൻ ആരാണ്? വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെട്ടിരുന്നതും ടി കെ മാധവനാണ്. അദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ വെച്ചാണ് അദ്ദേഹം ഈഴവർക്ക് സർക്കാർ സ്കൂൾ പ്രവേശനം, സർക്കാർ ജോലി സംവരണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. എവിടെ വെച്ചിട്ട്? ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരിക്കുകയാണ് അദ്ദേഹം ഈഴവർക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം, സർക്കാർ ജോലി സംവരണം എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കാം. 19ാമത്തെ ചോദ്യം എന്താണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണെന്നാണ്. ഇനി നമുക്ക് 19ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. 19ാമത്തെ ചോദ്യം എന്താണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണെന്നാണ്. ഓപ്ഷൻ എ മാവേലിക്കര, ബി തിരുനെൽവേലി, സി കൽക്കുളം, ഡി നാഗർകോവിൽ. എവിടെയാണ്? ഓപ്ഷൻ ഡി നാഗർകോവിലാണ്. അതായത് ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS എന്ന് പറയും അല്ലേ? LMS ആദ്യമായിട്ട് തിരുവിതാംകൂർ പ്രവർത്തനം തുടങ്ങിയത് നാഗർകോവിലാണ്. റിംഗ് ടോബ്, മീഡ് എന്നീ മിഷണറിമാരാണ്. റിംഗ് ടോബ് മീഡ് എന്നീ മിഷണറിമാരാണ് ഈ LMS ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ പ്രവർത്തനം തുടങ്ങിയത്. മാവേലിക്കരയിൽ 1816 ഇത് ആദ്യം തുടങ്ങിയിരുന്നത്. ഇനി നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കാം. 19ാമത്തെ ചോദ്യം എന്താണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയെന്നാണ്. ഓപ്ഷൻ എ മാവേലിക്കര, ബി തിരുനെൽവേലി, സി കൽക്കുളം, ഡി നാഗർകോവിൽ. എവിടെയാണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് LMS എന്ന് പറയും. ലണ്ടൻ മിഷണറി സൊസൈറ്റി കേരളത്തിൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് തെക്കൻ തിരുവിതാംകൂറിലാണ്. പ്രധാനമായും ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ മയിലാടി എന്ന സ്ഥലത്താണ്. അത് നാഗർകോവിൽ ഭാഗത്താണ് വരുന്നത്. ഓക്കെ, 1806 ഏപ്രിൽ 25 മിഷണറിയായ വില്യം റിംഗിൾ ടൗബ് തുടങ്ങിയ മിഷണറിമാരാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അതായത് തിരുവിതാംകൂറിലാണ് പ്രവർത്തന മേഖല. പിന്നീട് കേരളത്തിലെ തെക്കൻ ജില്ലകളിലേക്ക് പ്രവർത്തനം ദീർഘിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ സ്കൂളുകൾ സ്ഥാപിച്ചു. അടിമകൾക്കും താഴ്ന്ന ജാതിയിലുള്ളവർക്കും വിദ്യാഭ്യാസം നൽകൽ, സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കലൊക്കെ ഇതിൻ്റെ സംഭാവനകളായിരുന്നു. ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ സംഭാവനകളായിരുന്നു. അപ്പോൾ നമുക്ക് ചോദ്യം 20ലേക്ക് കടക്കാം. ചോദ്യം 20 എന്താണ്? കുപ്രസിദ്ധമായ ട്രാവൻകൂർ പ്രസ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്നാണ്. കുപ്രസിദ്ധമായ ട്രാവൻകൂർ പ്രസ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അതായത് ട്രാവൻകൂർ പ്രസ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ഓപ്ഷൻ എ റാണി ഗൗരി പാർവതിബായി ആണോ, റാണി സേതുലക്ഷ്മിബായി ആണോ, റാണി ഗൗരി ലക്ഷ്മിബായി ആണോ? ശരി ഉത്തരം എന്താണ്? റാണി സേതുലക്ഷ്മിബായി ആണ്. ഓക്കെ, റാണി സേതുലക്ഷ്മിബായി ആണ് കുപ്രസിദ്ധമായ ട്രാവൻകൂർ പ്രസ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന്. എന്താണ് ഈ കുപ്രസിദ്ധമായ ട്രാവൻകൂർ പ്രസ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്? 1926 പത്ര സ്വാതന്ത്ര്യം അടിച്ചമർത്താൻ വേണ്ടി കൊണ്ടുവന്നുള്ള ഒരു കരിനിയമമായിരുന്നു ട്രാവൻകൂർ ന്യൂസ് പേപ്പർ റെഗുലേഷൻ ആക്ട് എന്നത്. സ്വദേശാഭിമാനി കേസിന് ശേഷം പത്രങ്ങളെ നിയന്ത്രിക്കാൻ, അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കേസിന് ശേഷം പത്രങ്ങളെ നിയന്ത്രിക്കാൻ അന്നത്തെ റീജൻ്റായ സേതുലക്ഷ്മിബായി ആണ് ഇത് പാസ്സാക്കിയത്. ആരാണ്? റാണി സേതുലക്ഷ്മിബായി. അപ്പോൾ
20ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? റാണി സേതു ലക്ഷ്മിബായി ആണ് കുപ്രസിദ്ധമായ ട്രാവൻകൂർ പ്രസ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ ഭരണാധികാരി. ഓക്കെ, ഇനി നമുക്ക് 21ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 21ാമത്തെ ചോദ്യം എന്താണ്? തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണെന്നാണ് 21ാമത്തെ ചോദ്യം. ആരാണ്? തിരുവിതാംകൂറിൽ അലോപ്പതി സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ഗൗരി പാർവതിബായി ആണോ, ധർമ്മരാജയാണോ, ഗൗരി ലക്ഷ്മിബായി ആണോ, സ്വാതി തിരുനാളാണോ? ആരാണ്? ഉത്തരം ഗൗരി ലക്ഷ്മിബായി ആണ്. എന്താണ് ഉത്തരം? ഗൗരി ലക്ഷ്മിബായി ആണ്. 1810 മുതൽ 1815 വരെ ഭരിച്ചിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്ത്രീ ഭരണാധികാരിയായിരുന്നു ആര്? ഗൗരി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. ഇത് സ്വാതി തിരുനാളിൻ്റെ അമ്മ കൂടിയായിരുന്നു ആര്? ശ്രീ ഗൗരി ലക്ഷ്മിബായി എന്നത്. ഈ ഗൗരി ലക്ഷ്മിബായി ആണ് ദിവാനായ കേണൽ മൺറോയുടെ നിർദ്ദേശപ്രകാരം 1811 തിരുവനന്തപുരത്ത് ആദ്യത്തെ ആധുനിക ആശുപത്രി, അതായത് അലോപ്പതി ആശുപത്രി, ഇന്ന് മോഡേൺ മെഡിസിൻ എന്നാണ് അറിയപ്പെടുന്നത്, അന്ന് അലോപ്പതി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അന്നത്തെ ആധുനിക ആശുപത്രി, അലോപ്പതി ആശുപത്രി ആരംഭിച്ചത് കേണൽ മൺറോയുടെ നിർദ്ദേശപ്രകാരം 1811 ആരാണ്? ശ്രീ റാണി ഗൗരി ലക്ഷ്മിബായി. അപ്പോൾ 21ാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി ഗൗരി ലക്ഷ്മിബായുമായി ബന്ധപ്പെട്ടുള്ള കണക്റ്റീവ് ഫാക്റ്റ് നോക്കാം. കണക്റ്റഡ് ഫാക്റ്റ് എന്തൊക്കെയാണ്? റാണി ഗൗരിയുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്റ്റ് എന്തൊക്കെയാണ്? തിരുവിതാംകൂർ ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരിയാണ്. 1810 മുതൽ 15 വരെ തിരുവിതാംകൂർ ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ ഏറ്റവും കുറച്ചു കാല ഭരണം നടത്തിയ ഭരണാധികാരി ആരാണ്? ഇവർ തന്നെയാണ്. ഓക്കെ, തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി. 1812 ഡിസംബർ 5 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കി. ഏത് വർഷമാണ്? 1812 ഡിസംബർ 5 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത്. ഓക്കെ, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് സംവിധാനത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം എന്നിവ നടപ്പിലാക്കിയ ഭരണാധികാരിയും ആര് തന്നെയാണ്? ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ആണ്. ഓക്കെ, എന്താണ്? സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം എന്നിവ നടപ്പിലാക്കിയ ഭരണാധികാരി. കൂടാതെ തിരുവിതാംകൂറിൽ ജില്ലാ കോടതി, അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? അതും റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. കൂടാതെ തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ഗൗരി ലക്ഷ്മിബായി ആണ്. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അതോടൊപ്പം തന്നെ അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കി. കൂടാതെ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ്. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത് ആരുടെ കാലത്താണ്? ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ പുത്രനായിരുന്നു ആര്? സ്വാതി തിരുനാള്. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ദിവാനായിരുന്നു ആര്? കേണൽ മൺറോ. അതായത് ദിവാൻ ഉമ്മിണി തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിലെ ദിവാനാണ് കേണൽ മൺറോ. അതുവരെ ദിവാനായിരുന്നു കേണൽ മൺറോ ആയിരുന്നു. കേണൽ മൺറോ തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ ആരാണ്? കേണൽ മൺറോ ആണ്. 1811 തിരുവിതാംകൂർ പ്രസിഡന്റായി നിയമിതനായത് ആര്? കേണൽ മൺറോ. 1811 കേണൽ മൺറോയെ തിരുവിതാംകൂർ റെസിഡന്റായി നിയമിതനായി. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് ദിവാൻ ആരാണ്? കേണൽ മൺറോ ആണ്. തിരുവിതാംകൂർ ചരിത്രത്തിൽ ആദ്യ ഹൈന്ദവേതര ദിവാനും ആരായിരുന്നു? അതും കേണൽ മൺറോ ആണ്. ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയ ദിവാൻ ആരായിരുന്നു? അത് കേണൽ മൺറോ ആണ്. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനും ആരായിരുന്നു? അതായത് തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരായിരുന്നു? കേണൽ മൺറോ ആണ്. അപ്പം നമുക്ക് 21ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് ഗൗരി ലക്ഷ്മിബായി എന്ന് കണ്ടെത്തുക. അതോടൊപ്പം തന്നെ ഒരുപാട് കണക്റ്റിംഗ് ഫാക്റ്റും ഞാൻ പറഞ്ഞു അല്ലേ. കേണൽ മൺറോ വരെ കടന്നു വന്നു, അതും നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അവെയർഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് 22ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. 22ാമത്തെ ചോദ്യം എന്താണ്? നായർ ഈഴവ വില്ലുവം നടന്ന വർഷം. നായർ ഈഴവ വില്ലുവം നടന്ന വർഷം ഏതാണെന്നാണ്? നായർ ഈഴവ വില്ലുവം നടന്ന വർഷം ഏതാണ്? 1891 ആണോ, 1896 ആണോ, 1900 ആണോ, 1905 ആണോ? ശരി ഉത്തരം ഏതാണ്? 1905 ആണ്. എന്താണ് നായർ ഈഴവ വില്ലുവം? അതായത് നമ്മൾ നേരത്തെ പഠിച്ചു മലയാളി മെമ്മോറിയൽ അല്ലേ. 1891 മലയാളി മെമ്മോറിയൽ, അത് കഴിഞ്ഞ് 1896 ഈഴവ മെമ്മോറിയൽ. ഇതിന് ശേഷമുണ്ടായ ജാതി സംഘർഷമാണ് എന്ത്? നായർ ഈഴവ വില്ലുവം എന്ന് പറയുന്നത്. വിള്ളലല്ലേ വില്ലുവം എന്ന് പറയുന്നത്. അതായത് 1896 91 മലയാളി മെമ്മോറിയലിനും ഈഴവ മെമ്മോറിയലിനും ശേഷം
ഉണ്ടായ ജാതി സംഘർഷമാണ് നായർ ഈഴവ വിള്ളുവോ അല്ലെ വിള്ളൽ എന്ന് പറയുന്നത്. 1905 ഇത് രൂക്ഷമായത്. എന്താണ് ചോദ്യം 23? തുടർച്ചയായി 28 വർഷം ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്ന നവോത്ഥാന നായകൻ. തുടർച്ചയായി 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകൻ ആരായിരുന്നു? നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ. മന്നത്ത് പത്മനാഭനാണോ, ചട്ടമ്പി സ്വാമിയാണോ, പൊയ്കലി യോഹന്നാനാണോ, അയ്യങ്കാളിയാണോ? ആരാണ് ശരി ഉത്തരം? ശരി ഉത്തരം അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ് തുടർച്ചയായി 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ നവോത്ഥാന നായകൻ. 1911 ശ്രീമൂലം പ്രജാസഭയിലേക്ക് അയ്യങ്കാളി ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം വരെ ഏകദേശം 1941 വരെ ഏകദേശം 28-29 വർഷം സഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം പ്രജാസഭാംഗമായിരുന്ന നേതാവാരാണ്? ശ്രീ അയ്യങ്കാളിയാണ്. 24ാമത്തെ ചോദ്യം എന്താണ്? പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം ഏതാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം ഏതാണ്? 1925 ആണോ, 1930 ആണോ, 1927 ആണോ, 35 ആണോ? ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് 1925 കേട്ടോ. പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ വർഷം ഏതാണ്? 1925. കേരളത്തിലെ ആദ്യത്തെ സാംസ്കാരിക നായകനും അധസ്ഥിതരുടെ നേതാവുമായ KP കറുപ്പൻ 1925 കൊച്ചി നിയമസഭയിൽ അംഗമായത്. കേരളത്തിലെ ആദ്യത്തെ സാംസ്കാരിക നായകനും അധസ്ഥിതരുടെ നേതാവുമായ KP കറുപ്പൻ 1925 കൊച്ചി നിയമസഭയിൽ അംഗമായി. അടുത്ത ചോദ്യം നോക്കാം. 25ാമത്തെ ചോദ്യം എന്താണ്? തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ച ഭരണാധികാരി. 25ാമത്തെ ചോദ്യം എന്താണ്? തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ച ഭരണാധികാരി ആര് എന്നാണ്? ശ്രീ ചിത്ര തിരുനാളാണോ, ശ്രീമൂലം തിരുനാളാണോ, വിശാഖം തിരുനാളാണോ, ആയില്യം തിരുനാളാണോ? ആരാണ് തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ച ഭരണാധികാരി? നമുക്ക് ശരി ഉത്തരം നോക്കാം. ശ്രീ വിശാഖം തിരുനാളാണ്. ആരാണ്? ശ്രീ വിശാഖം തിരുനാളാണ്. 1881 ആണ് ഇദ്ദേഹം നിയമം പാസ്സാക്കിയത്. 1887 കോടതി നിലവിൽ വന്നു. അതായത് 1881 ശ്രീ വിശാഖം തിരുനാൾ ഹൈക്കോടതി സ്ഥാപിക്കാനുള്ള നിയമം പാസ്സാക്കുന്നു. വിശാഖം തിരുനാളിൻ്റെ ഭരണകാലഘട്ടം 1880 മുതൽ 85 വരെയായിരുന്നു. വിശാഖം തിരുനാളാണ് 1880 മുതൽ 85 കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ 1881 നിയമം പാസ്സാക്കുന്നു. 87 കോടതി നിലവിൽ വരുന്നു. അന്നത്തെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു RS ഹോസ്കോട്ട്. ആരായിരുന്നു? RS ഹോസ്കോട്ട് ആയിരുന്നു തിരുവിതാംകൂറിൽ ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. നമുക്ക് ഇനി 26ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 26ാമത്തെ ചോദ്യം എന്താണ്? വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാരാണ്? വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാരാണ്? പൂരാടൻ തിരുനാളാണോ, ശ്രീചിത്ര തിരുനാളാണോ, സ്വാതി തിരുനാളാണോ, ശ്രീമൂലം തിരുനാളാണോ? ശരി ഉത്തരം ഏതാണ്? ശരി ഉത്തരം ശ്രീ ചിത്തിര തിരുനാളാണ്. ശ്രീ ചിത്തിര തിരുനാളാണ്. വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. 1944 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കി ഉത്തരവിട്ടത്. ഇന്ത്യയിൽ തന്നെ ആദ്യം വധശിക്ഷ നിർത്തിയ നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്നു തിരുവിതാംകൂർ. ഓക്കെ, ഇന്ത്യയിൽ തന്നെ വധശിക്ഷ നിർത്തലാക്കിയ നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്നു തിരുവിതാംകൂർ. അതാരാണ് ചെയ്തത്? 1944 ശ്രീ ചിത്തിര തിരുനാളാണ്. ഓക്കെ, നമുക്ക് 27ാമത്തെ ചോദ്യം നോക്കാം. 27 എന്താണ്? തിരുവിതാംകൂറിലെ ആദ്യ പത്രം ഏതാണ്? പ്രഭാതമാണോ, ജ്ഞാന നിക്ഷേപമാണോ, ജ്ഞാന പീയൂഷമാണോ, ദീപികയാണോ? ഏതായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രം? തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രം ഏതാണ്? ജ്ഞാന നിക്ഷേപമാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രം ജ്ഞാന നിക്ഷേപമാണ്. 1848 കോട്ടയത്ത് CMS മിഷണറിമാരാണ് എന്ത് തുടങ്ങിയത്? ജ്ഞാന നിക്ഷേപം തുടങ്ങിയത്. 1848 കോട്ടയത്ത് CMS മിഷണറിമാർ തുടങ്ങിയതാണ് എന്ത്? ജ്ഞാന നിക്ഷേപം. കേരളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരമാണ്. അതായത് കേരളത്തിലെ ആദ്യ പത്രമല്ല ജ്ഞാന നിക്ഷേപം. ആദ്യ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ്. 1847 രാജ്യസമാചാരം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1887 ദീപിക തുടങ്ങുന്നത്. ഓക്കെ, തിരുവിതാംകൂറിലെ ആദ്യ പത്രം ജ്ഞാന നിക്ഷേപമാണ്. എന്നാൽ കേരളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരമാണ്. തിരുവിതാംകൂറിലെ ആദ്യ പത്രം ജ്ഞാന നിക്ഷേപം 1848 കോട്ടയത്ത് CMS മിഷണറിമാർ തുടങ്ങി. എന്നാൽ കേരളത്തിലെ ആദ്യ പത്രം എന്ന് ചോദിക്കുമ്പോൾ അതേതാണ്? അത് രാജ്യസമാചാരമാണ്. 1847 തുടങ്ങി. ദീപിക തുടങ്ങുന്നത് 1887. ഓക്കെ, അടുത്ത ചോദ്യം 28. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആരുടെ ഭരണകാലത്താണ്? മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആരുടെ ഭരണകാലത്താണ്? ആയില്യം തിരുനാളാണോ, സ്വാതി തിരുനാളാണോ, വിശാഖം തിരുനാളാണോ, ശ്രീമൂലം തിരുനാളാണ്? ഇവിടെ ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളാണ്. അതായത് ഡാമിന്റെ കരാറ്
1886 ഡാമിന്റെ കരാർ ഒപ്പിടുന്ന ആരാണ്? വിശാഖം തിരുനാളാണ്. വിശാഖം തിരുനാളിന്റെ കാലത്താണ് ഡാം പണിയാനുള്ള ഒരു കരാർ ഉണ്ടാക്കുന്നത്, കരാർ ഒപ്പിടുന്നത്. എന്നാൽ കരാർ പ്രകാരം ഡാം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും വിശാഖം തിരുനാളിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഡാം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? 1895 ഒക്ടോബർ 10 ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. ഈ ഡാം നിർമ്മിച്ച ശില്പി ആരാണ്? പെനിക്യുക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ്, പെനിക്യുക്ക്. എന്നാൽ ഡാമിന് ഒപ്പിട്ടത് 1886 വിശാഖം തിരുനാളാണ്. ഉദ്ഘാടനം ചെയ്ത 1895 ഒക്ടോബർ 10 ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. നിർമ്മിച്ചത് പെനിക്യുക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 29ാമത്തെ ചോദ്യത്തിലേക്ക് പോകാമല്ലോ. 29ാമത്തെ ചോദ്യം എന്താണ്? ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ട, പള്ളിപ്പുറം കോട്ട തുടങ്ങിയവ വിലക്കി വാങ്ങിയ തിരുവിതാംകൂർ രാജാവ്. ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ട, പള്ളിപ്പുറം കോട്ട തുടങ്ങിയവ വിലക്കി വാങ്ങിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണോ, ധർമ്മരാജയാണോ, ചിത്ര തിരുനാളാണോ, വിശാഖം തിരുനാളാണോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ്, ധർമ്മരാജയാണ്. ഇനി നമുക്ക് ധർമ്മരാജയുമായി, അതായത് കാർത്തിക തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ടുള്ള ചില ഫാക്റ്റുകൾ നോക്കാം. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1758 മുതൽ 1798 വരെയാണ്. 1758 മുതൽ 1798 വരെ, ഏകദേശം 40 വർഷത്തോളമാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജ ഭരിച്ചിരുന്നത്. തൃപ്പാപ്പൂർ മൂപ്പൻ, ചിറവ മൂപ്പൻ, കിഴവൻ രാജാവ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണ്? ധർമ്മരാജയാണ്, അതാ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. എന്തൊക്കെയാണ്? തൃപ്പാപ്പൂർ മൂപ്പൻ, ചിറവ മൂപ്പൻ, കിഴവൻ രാജാവ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഓക്കെ, ഭരണകാലഘട്ടം 1758 മുതൽ 1798 വരെ. പഴശ്ശി രാജാവ്, ശക്തൻ തമ്പുരാൻ എന്നിവരുടെ സമകാലികനായിരുന്ന തിരുവിതാംകൂർ രാജാവും ആരാണ്? അതും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. വത്തിക്കാനിലെ പോപ്പുമായി കത്തിടപാടുകൾ നടത്തിയിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി. ഇതൊക്കെ PYQs ആണ്. വത്തിക്കാനിലെ പോപ്പുമായി കത്തിടപാടുകൾ നടത്തിയിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി. വത്തിക്കാനിലെ പോപ്പുമായി കത്തിടപാടുകൾ നടത്തിയിരുന്ന തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? ധർമ്മരാജാവാണ്. വത്തിക്കാനിലെ പോപ്പുമായി കത്തിടപാടുകൾ നടത്തിയിരുന്ന തിരുവിതാംകൂറിലെ ഭരണാധികാരി. അതുപോലെ നെടുങ്കോട്ട പണിത ഭരണാധികാരി. നെടുങ്കോട്ട പണിത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടിപ്പു സുൽത്താനിൽ നിന്നുള്ള ആക്രമണത്തെ നേരിടാനാണ് നെടുങ്കോട്ട പണിതിരുന്നത്. നെടുങ്കോട്ട പണിത ഭരണാധികാരി ധർമ്മരാജ അഥവാ കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ഭരണാധികാരി ആരാണ്? ഏറ്റവും കുറവ് കാലം ആരായിരുന്നു? ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ആയിരുന്നു. ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ആരാണ്? ധർമ്മരാജ അഥവാ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ഭരണാധികാരി ആരാണ്? ധർമ്മരാജയാണ്. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. ആദ്യം പത്മനാഭപുരത്ത് അഥവാ കൽക്കുളത്തായിരുന്നു തിരുവിതാംകൂറിന്റെ തലസ്ഥാനം. പിന്നീട് അത് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്ന ആരാണ്? ധർമ്മരാജയാണ്. ബാലരാമഭാരതം എഴുതിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ബാലരാമഭാരതം എന്ന ഗ്രന്ഥം എന്ന കൃതി രചിച്ചതാരാണ്? തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. കൃതി രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ധർമ്മരാജ. നാട്യശാസ്ത്രത്തെ ആസ്പദമാക്കി ധർമ്മരാജ രചിച്ച കൃതിയായിരുന്നു എന്ത്? ബാലരാമഭാരതം. നാട്യശാസ്ത്രത്തെ ആസ്പദമാക്കി ധർമ്മരാജ രചിച്ച കൃതിയാണ് ബാലരാമഭാരതം. ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും കേരള ആക്രമണ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും കേരള ആക്രമണ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ധർമ്മരാജയായിരുന്നു. ഓക്കെ, പത്മനാഭപുരം കൊട്ടാരത്തിലെ കുലശേഖര മണ്ഡപം പണികഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? പത്മനാഭപുരം കൊട്ടാരത്തിലെ കുലശേഖര മണ്ഡപം പണികഴിപ്പിച്ച ഭരണാധികാരിയും ധർമ്മരാജയായിരുന്നു. ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവാണ് കേരളവർമ്മ. അതായത് ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവാരാണ്? കേരളവർമ്മയാണ്. ശുചീന്ദ്ര ഉടമ്പടി ഒപ്പുവെച്ചത് കൊച്ചി, തിരുവിതാംകൂർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളുമായി ശുചീന്ദ്രൻ ഉടമ്പടി ഒപ്പുവെച്ചു. 1762 ഒപ്പുവെച്ചത്. ഇത് ആരാണ്? ധർമ്മരാജയാണ്. ശുചീന്ദ്ര ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മെക്കാളയാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. 1795 മുതൽ 1810 വരെ കേണൽ മെക്കാളയായിരുന്നു. കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ എന്നിവരാണ് കാർത്തിക തിരുനാളിന്റെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ. ആരൊക്കെയായിരുന്നു ധർമ്മരാജയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ? കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ.
1766 ധർമ്മരാജ രണ്ടാം തൃപ്പടിദാനം നടത്തിയത്. ഒന്നാം തൃപ്പടിദാനം നടത്തിയത് ആരായിരുന്നു? അത് അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. 1766 ധർമ്മരാജ രണ്ടാം തൃപ്പടിദാനം നടത്തുന്നു. ധർമ്മരാജ ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ പള്ളിപ്പുറം കോട്ടകൾ വിലക്കി വാങ്ങിയത് 1789. ധർമ്മരാജ ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ പള്ളിപ്പുറം കോട്ടകൾ വിലക്കി വാങ്ങിയത് 1789. 1789 ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട് ആക്രമിച്ചത്. 1789 ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട് ആക്രമിച്ചത്. 1898 ധർമ്മരാജ അന്തരിച്ചു. 1798 ധർമ്മരാജ അന്തരിച്ചു. ധർമ്മരാജയുടെ പ്രധാന ആട്ടക്കഥകളാണ് സുഭദ്രാഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവ വിജയ എന്നിവ. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം 29 ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ലഭിച്ചു, ഒരുപാട് കണക്റ്റിംഗ് ഫാക്ട് കിട്ടി. അതിന് ഉത്തരം ധർമ്മരാജയാണ്. അത് ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ട, പള്ളിപ്പുറം കോട്ട തുടങ്ങിയ വിലയ്ക്ക് വാങ്ങിയ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയാണെന്ന് പഠിച്ചു. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് കണക്റ്റഡ് ഫാക്റ്റും കിട്ടി. ധർമ്മരാജയുമായി ബന്ധപ്പെട്ട ഒരുപാട് കണക്റ്റഡ് ഫാക്ട് കിട്ടി. ഇനി നമുക്ക് ചോദ്യം 30ലേക്ക് പോകാം. എന്താണ് ചോദ്യം 30? ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ രൂപീകൃതമായത് എന്നാണ്. ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകൃതമായത് ഏത് വർഷമാണ്? 1904 ഒക്ടോബർ 22 ആണോ? 888 മാർച്ച് 30 ആണോ? 886 ഒക്ടോബർ 29 ആണോ? ശരി ഉത്തരം എന്താണ്? 1888 മാർച്ച് 30 ആണ്. 1888 മാർച്ച് 30 ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകൃതമായത് അല്ലേ? ചോദ്യം 30 എന്താണ്? ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകൃതമായത് എന്നാണെന്നാണ്. ഉത്തരം എന്താണ്? 1888 മാർച്ച് 30 ഓക്കെ, നമുക്ക് 31ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 31ാമത്തെ ചോദ്യം എന്താണ്? 31ാമത്തെ ചോദ്യം എന്താണ്? രണ്ടാം തൃപ്പടിദാനം നടന്ന വർഷം ഏതാണ്? 1766 ആണോ? 1723 ആണോ? 1750 ആണോ? നിങ്ങളെ ശരി ഉത്തരം കമൻറ്റ് ചെയ്തിക്കോളൂ. രണ്ടാം തൃപ്പടിദാനം നടന്ന വർഷം ഏതാണ്? ശരി ഉത്തരം ഏതാണ്? ശരി ഉത്തരം 1766 ആണ്. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തുന്നത് ആരാണ്? അതായത് ഒന്നാം തൃപ്പടിദാനം 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ, അതായത് അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. ഒന്നാം തൃപ്പടിദാനം 1750 ജനുവരി 3. ഓക്കെ, പിന്നീട് രാജ്യം വീണ്ടും വിപുലീകരിച്ചതിന് ശേഷം രണ്ടാം തൃപ്പടിദാനം 1766 നടത്തുന്നു. അതാരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ, അതായത് ധർമ്മരാജ എന്ന് പറയുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് രണ്ടാം തൃപ്പടിദാനം 1766 നടത്തുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 32ലേക്ക് പോകാം. എന്താണ് ചോദ്യം 32? തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്തെ രാജാവാരാണ്? തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്തെ രാജാവാരായിരുന്നു? ഉത്തരം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശരി ഉത്തരം എന്താണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, 1847 മുതൽ 1860 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവായിരുന്ന ഉത്രം തിരുനാൾ അല്ലേ? ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിനെ മോഡൽ സ്റ്റേറ്റ് അഥവാ മാതൃക രാജ്യം എന്ന് വിളിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് അടിമത്തം നിർത്തലാക്കിയത്. അതായത് തിരുവിതാംകൂർ അടിമത്തം നിർത്തലാക്കിയത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ, പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചു. ആദ്യ തപാൽ തുടങ്ങിയ പരിഷ്കാരങ്ങളും കൊണ്ടുവന്നതാരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത ചോദ്യം 33. തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃത സെൻസസ് നടന്നത് ആരുടെ കാലത്താണ്? അവിട്ടം തിരുനാളാണോ? ആയില്യം തിരുനാളാണോ? മാർത്താണ്ഡവർമ്മയാണോ? സ്വാതി തിരുനാളാണോ? ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം സ്വാതി തിരുനാളാണ്. എന്താണ്? സ്വാതി തിരുനാളാണ്. ശരി ഉത്തരം സ്വാതി തിരുനാളാണ്. ക്രമീകൃത സെൻസസ് തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന ആരുടെ കാലത്താണ്? സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. 1836 തിരുവിതാംകൂറിൽ ആദ്യത്തെ ശാസ്ത്രീയമായ ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് നടത്തുന്നു. ഓക്കെ, അതാരാണ് നടത്തിയത്? സ്വാതി തിരുനാൾ രാജാവ്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം 34ലേക്ക് പോകാം. എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? വിശാഖം തിരുനാളാണോ? ശ്രീമൂലം തിരുനാളാണോ? ചിത്തിര തിരുനാളാണോ? സ്വാതി തിരുനാളാണോ? ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് എന്ത് ചെയ്യുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, എന്താണ്? 1936 നവംബർ 12 ലോക പ്രശസ്തമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്.
എന്തായിരുന്നു ആ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രത്യേകത? 1936 നവംബർ 12 തിരുവിതാംകൂറിൽ പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരത്തെ മഹാത്മാഗാന്ധി ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. ആധുനിക കാലത്തെ അത്ഭുതം അഥവാ എ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രപ്രവേശനം ലഭിക്കുവാൻ കാരണമായ വിളംബരമാണ് എന്ത്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യറായിരുന്നു. ഉള്ളൂർ S പരമേശ്വര അയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ്? 1936 നവംബർ 12 കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതെന്നാണ്? 1947 ഡിസംബർ 20 ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. എന്താണ് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. എന്നാൽ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതോ? 1865 പണ്ടാരപ്പാട്ട വിളംബരത്തെയാണ് കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. എന്താണ് കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? എന്തിനാണ്? 1865 പണ്ടാരപ്പാട്ട വിളംബരത്തെയാണ്. ഓക്കെ. ദുർഗുണ പരിഹാര പാഠശാല സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്നാണ്? ദുർഗുണ പരിഹാര പാഠശാല സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളാണോ? ചിത്തിര തിരുനാളാണോ? സേതുലക്ഷ്മിബായി ആണോ? വിശാഖം തിരുനാളാണോ? ശരി ഉത്തരം എന്താണ്? ശ്രീമൂലം തിരുനാൾ. ഓക്കെ. ദുർഗുണ പരിഹാര പാഠശാല സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളാണ് അല്ലേ. ജുവൈനൈൽ കുറ്റവാളികളെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ദുർഗുണ പരിഹാര പാഠശാല അതായത് റിഫോർമേറ്ററി സ്കൂൾ സ്ഥാപിച്ചു. 1910 ഇത് സ്ഥാപിക്കുന്നത്. അത് സ്ഥാപിച്ച ആളാണ് ശ്രീമൂലം തിരുനാൾ. ഓക്കെ. ഇനി നമുക്ക് ചോദ്യം 36 പോകാം. 36 എന്താണ്? ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവാരാണ്? ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവാരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണോ? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണോ? ശ്രീമൂലം തിരുനാളാണോ? അനിഴം തിരുനാൾ ആണോ? ഇത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1798 മുതൽ 810 വരെയാണ്. 1895 ശുചീന്ദ്ര ഉടമ്പടി, 1805 കരാർ എന്നിവയിലൂടെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. എങ്ങനെയാണ്? 1795 ശുചീന്ദ്ര ഉടമ്പടി, 1805 കരാർ എന്നിവയിലൂടെയാണ് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത്. അന്നത്തെ രാജാവ് ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇനി നമുക്ക് അവിട്ടം തിരുനാളുമായി ബന്ധപ്പെട്ട ചില കണക്റ്റിംഗ് ഫാക്റ്റുകൾ നോക്കാം. എന്താണ് അവിട്ടം തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള ചില കണക്റ്റിംഗ് ഫാക്റ്റുകൾ? തിരുവിതാംകൂർ ചരിത്രത്തിൽ ഏറ്റവും ദുർബലനായ ഭരണാധികാരിയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അവിട്ടം തിരുനാളിൻ്റെ ദിവാനായിരുന്ന ഉമ്മിണിത്തമ്പി പണി കഴിപ്പിച്ച സ്ഥലങ്ങളാണ് ബാലരാമപുരം, വിഴിഞ്ഞം തുറമുഖം എന്നിവ. അതായത് അവിട്ടം തിരുനാളിൻ്റെ ദിവാനായിരുന്നു, സമർത്ഥനായ ദിവാനായിരുന്നു ഉമ്മിണിത്തമ്പി. അദ്ദേഹമാണ് എന്ത്? ബാലരാമപുരവും വിഴിഞ്ഞം തുറമുഖവും പണി കഴിപ്പിക്കുന്നത്. എന്നാൽ അവിട്ടം തിരുനാൾ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? ഏറ്റവും ദുർബലനായ ഭരണാധികാരി. തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായ ഭരണാധികാരി എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ശക്തനായ മന്ത്രി എന്ന് പറയുന്ന ആരാണ്? വേലുത്തമ്പി ദളവയായിരുന്നു. വേലുത്തമ്പിയുടെ ജന്മസ്ഥലമാണ് കൽക്കുള അഥവാ കന്യാകുമാരി. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേരെന്താണ്? വേലായുധൻ ചെമ്പക രാമൻ തമ്പി എന്നാണ്. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? വേലായുധൻ ചെമ്പക രാമൻ തമ്പി. 1802 വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൻ്റെ ദിവാനായത്. കൊല്ലത്ത് അദ്ദേഹം സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചു. സെക്രട്ടേറിയറ്റിൻ്റെ അന്നത്തെ പേരാണ് ഹജൂർ കച്ചേരി. അത് സ്ഥാപിച്ച ആരാണ്? വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ച ദിവാൻ ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ചങ്ങനാശ്ശേരി അടിമച്ചന്ത സ്ഥാപിച്ചത് ദിവാൻ ആരായിരുന്നു? അതും വേലുത്തമ്പി ദളവയായിരുന്നു. അതാരാണ് സ്ഥാപിച്ചത്? വേലുത്തമ്പി ദളവയായിരുന്നു. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ ആരാണ്? അതും വേലുത്തമ്പി ദളവയായിരുന്നു. 1809 വേലുത്തമ്പി ദളവ എന്ത് ചെയ്യുന്നത്? ജീവത്യാഗം ചെയ്യുന്നത്. അതേ 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നതും. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെയാണ്? പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിലാണ്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിലാണ്. വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണടിയിലാണ്. ഓക്കെ. വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്.
ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂർ നേതൃത്വം നൽകിയതാരാണ്? വേലുത്തമ്പി ദളവയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ചത് കൊച്ചിയിലെ മന്ത്രിയായ പാലിയത്തച്ഛനായിരുന്നു. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് 1889 ജനുവരി 11, കൊല്ലവർഷം 984 മകരം 1-നാണ്. ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. ഇളമ്പള്ളൂർ ക്ഷേത്രം. ഓക്കെ. ചോദ്യം 37 എന്താണ്? തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ച രാജാവ് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ, ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചതാട്ടോ. വാഹനയല്ല, അത് അക്ഷരത്തെറ്റാണ്. ശരി ഉത്തരം എന്താണ്? സ്വാതി തിരുനാളാണ്. ആരാണ്? സ്വാതി തിരുനാളാണ്. അതായത് തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് ഇംഗ്ലീഷ് സ്കൂള്, അത് ഇംഗ്ലീഷ് സ്കൂൾ തിരുവിതാംകൂർ സ്ഥാപിച്ചത് 1834-ആണ്. അതുപോലെ നായർ പട്ടാളം, അതായത് നായർ ബ്രിഗേഡ് സ്ഥാപിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. വാന നിരീക്ഷണ കേന്ദ്രം ട്രിവാൻഡ്രം ഒബ്സർവേറ്ററി 1837 സ്ഥാപിച്ചതും സ്വാതി തിരുനാളാണ്. ഇതെല്ലാം സ്വാതി തിരുനാളിൻ്റെ സംഭാവനകളായിരുന്നു. അതുപോലെ തന്നെ PSC ഇതെല്ലാം ആരാണ് സ്ഥാപിച്ചത്? തിരുവിതാംകൂറിൽ സ്വാതി തിരുനാളാണ്. ഓക്കെ. ചോദ്യം 38 ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി ദേവദാസി സമ്പ്രദായം നിരോധിച്ചത് ആരാണ്? ആയില്യം തിരുനാളാണോ? ഗൗരി പാർവതിബായി ആണോ? റാണി ഗൗരി ലക്ഷ്മിബായി ആണോ? സേതു ലക്ഷ്മിബായി ആണോ? ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം സേതു ലക്ഷ്മിബായി ആണ്. ശരി ഉത്തരം സേതു ലക്ഷ്മിബായി ആണ്. ആരാണ്? സേതു ലക്ഷ്മിബായി ആണ്. സേതു ലക്ഷ്മിബായി അതായത് ആദ്യത്തെ റീജന്റ് ഭരണാധികാരിയായിരുന്നു സേതു ലക്ഷ്മിബായി. 1924 മുതൽ 31 വരെയാണ് സേതു ലക്ഷ്മിബായി ആദ്യത്തെ റീജന്റ് ഭരണാധികാരിയായിരുന്നത്. 1924 മുതൽ 31 വരെയായിരുന്നു സേതു ലക്ഷ്മിബായി തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റ് ഭരണാധികാരിയായിരുന്നത്. 1925 ദേവസ്വം ക്ഷേത്രങ്ങളിലെ മൃഗബലിയും ദേവദാസി സമ്പ്രദായവും നിർത്തലാക്കി. മൃഗബലി നിർത്തിയ ആദ്യ റാണിയും ആരാണ്? മൃഗബലി നിർത്തലാക്കിയ ആദ്യ റാണിയും സേതു ലക്ഷ്മിബായി ആണ്. അങ്ങനെയാണ് ചോദ്യം 39 പോകാം. 39 എന്താണ്? MC റോഡിൻ്റെ, അതായത് മെയിൻ സെൻട്രൽ റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് ആരുടെ ഭരണകാലത്താണ് എന്നാണ്. ആരുടെ ഭരണകാലത്താണ്? അത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. പക്ഷേ ഈ പണി നടത്തിയത് ആരാണ്? രാജാ കേശവദാസ് ആണ്. കേശവദാസ് എന്ന ദിവാനായിരുന്നു, തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു രാജാ കേശവദാസ്. അങ്ങനെ കേശവദാസപുരം മുതൽ എവിടെ വരെയായിരുന്നു? അങ്കമാലി വരെയായിരുന്നു MC റോഡ് അല്ലേ? ആ MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് ആരാണ്? ഏത് രാജാവിൻ്റെ കാലത്താണ്? ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. ആരാണ് പൂർത്തീകരിച്ചത്? രാജാ കേശവദാസ് ആണ്. അതായത് MC റോഡ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ സെൻട്രൽ റോഡാണ്. തിരുവനന്തപുരത്തെ കേശവദാസപുരം മുതൽ അങ്കമാലി വരെ പണി തുടങ്ങിയത് ധർമ്മരാജയുടെ കാലത്താണ്. അതായത് പണി തുടങ്ങിയത് ആരുടെ കാലത്താണ്? ധർമ്മരാജയുടെ കാലത്താണ്. പണി തുടങ്ങിയത് ആരാണ്? രാജാ കേശവദാസ് ആണ്. പണി പൂർത്തിയാക്കിയതാണ് 1860 മുതൽ 1880 കാലത്ത് ഭരിച്ച ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത്. ഓക്കെ. അതുകൊണ്ടാണ് പണി പൂർത്തിയാക്കിയത് ആരുടെ ഭരണകാലത്താണെന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാളിൻ്റെ. എന്നാൽ പണി ആരംഭിച്ചത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചാൽ ധർമ്മരാജയുടെ കാലത്താണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം 40 പോകാം. ചോദ്യം 40 എന്താണ്? കൃഷിക്കും ജലസേചനത്തിനും പ്രത്യേക വകുപ്പ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? കൃഷിക്കും ജലസേചനത്തിനും പ്രത്യേക വകുപ്പ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആയില്യം തിരുനാളാണോ? ശ്രീമൂലം തിരുനാളാണോ? സ്വാതി തിരുനാളാണോ? ചിത്ര തിരുനാളാണോ? ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. ആരാണ്? ശ്രീമൂലം തിരുനാളാണ് ശരി ഉത്തരം. കൃഷിക്കും ജലസേചനത്തിനും പ്രത്യേക വകുപ്പ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ 1905 കൃഷി വകുപ്പും ജലസേചനത്തിന് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ, അതായത് PWDക്ക് കീഴിൽ പ്രത്യേക വിഭാഗവും തുടങ്ങിയത് ശ്രീമൂലം തിരുനാളാണ്. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് ചോദ്യം 41 പോകാം. എന്താണ്? തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയാണോ? മാർത്താണ്ഡവർമ്മയാണോ? ബാലരാമവർമ്മയാണോ? സ്വാതി തിരുനാളാണോ? നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു പോയതാണ്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1750 ജനുവരി 3 തൻ്റെ രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിച്ചുകൊണ്ട് അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ നടത്തിയ ചടങ്ങാണ് എന്ത്? തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. ഇതോടെ തിരുവിതാംകൂർ രാജാക്കന്മാർ എന്തറിയപ്പെട്ടു? പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടു. ഏതോടുകൂടി? തൃപ്പടിദാനത്തോടുകൂടി തിരുവിതാംകൂർ രാജാക്കന്മാരെ എന്തറിയപ്പെട്ടു? പത്മനാഭദാസന്മാർ. എന്താണ് തൃപ്പടിദാനം? തൻ്റെ രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. അതായത് അവരുടെ കുലദേവതയാണ് ശ്രീ പത്മനാഭൻ. കുലദേവതയായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചുകൊണ്ട് അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ നടത്തിയ ചടങ്ങാണ് തൃപ്പടിദാനം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 42 പോകാം. എന്താണ് ചോദ്യം 42? ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയ ദിവാൻ ആരാണെന്നാണ്. ME വാട്സൺ ആണോ?
കേണൽ മൺട്രയാണോ, മോർണിംഗ്ടൺ പ്രഭുവാണോ, കേണൽ മെക്കാളയാണോ? ഇത് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തു പോയതാണ്. ആരാണ്? കേണൽ മൺട്ര ആണ്. ആരാണ്? കേണൽ മൺട്ര ആണ് അല്ലേ? അതായത് ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്ത്, റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്തെ ദിവാനായിരുന്നു ആര്? കേണൽ മൺട്രോ. ഒരു വിദേശ വ്യക്തി തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നത്, ഹൈന്ദവേതര ദിവാനായിരുന്ന ഒക്കെ ആരായിരുന്നു? കേണൽ മൺട്രോ ആണ്. ഇത് ആരുടെ കാലത്താണ്? 1811 റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലത്ത് ദിവാനായിരുന്ന കേണൽ ജോൺ മൺട്രോ. കേണൽ മൺട്രോ എന്നാൽ കേണൽ മൺട്രോയുടെ പൂർണ്ണമായ പേരാണ് കേണൽ ജോൺ മൺട്രോ. തിരുവിതാംകൂർ ആദ്യമായി ലിഖിത നിയമങ്ങൾ എഴുതി തയ്യാറാക്കി. അതിനെയാണ് എന്ത് അറിയുന്നത്? ചട്ടവരിയോലകൾ എന്ന് അറിയുന്നത്. ഓക്കെ, ചട്ടവരിയോലകൾ. എന്താണ് ഈ ചട്ടവരിയോലകൾ എന്ന് പറഞ്ഞാൽ? ചട്ടവരിയോലകൾ എന്നാൽ ചില നിയമങ്ങൾ, അതായത് രാജകാലത്തെ ചില നിയമങ്ങൾ, ശാസനങ്ങൾ ഒക്കെ എഴുതി വച്ചിട്ടുള്ള പനയോലകളെയാണ് ചട്ടവരിയോലകൾ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഭരണ സംവിധാനങ്ങളുടെയോ ക്ഷേത്രങ്ങളുടെയോ മറ്റ് സ്ഥാപനങ്ങളുടെയോ നിയമാവലികളും ചട്ടങ്ങളും പനയോലകളിൽ എഴുതി സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് വന്നത്. ഓക്കെ, ചട്ടം എന്നാൽ നിയമമാണല്ലോ, അല്ലെങ്കിൽ ക്രമം എന്ന് പറയും അല്ലേ? ഓല എന്ന് പറഞ്ഞാൽ പനയോല. എഴുത്ത് ഉപയോഗിച്ചിരുന്ന മാധ്യമമാണ് പനയോല. അതുകൊണ്ടാണ് ചട്ടവരിയോലകൾ എന്ന് പറഞ്ഞത്. ഇത് എഴുതി തയ്യാറാക്കിയതാരാണ്? കേണൽ മൺട്രോ ആയിരുന്നു. ഓക്കെ, അതായത് കടലാസുകളൊന്നും പ്രചാരത്തിലില്ലാതിരുന്ന കാലഘട്ടത്തിലാണ് അത് അന്ന് ഓലകളിൽ എഴുതി തയ്യാറാക്കും. അതുകൊണ്ടാണ് ചട്ടവരിയോലകൾ എന്ന് പറയുന്നത്. അന്ന് എന്താണ്? ആദ്യമായി ലിഖിത നിയമങ്ങൾ എഴുതി തയ്യാറാക്കി. അതാരാണ്? ജോൺ മൺട്രോ, കേണൽ ജോൺ മൺട്രോ അല്ലേ? അതുകൊണ്ടായിരിക്കാം കേട്ടോ. അതായത് അന്ന് അക്കാലത്ത് കടലാസുകളൊക്കെ അവൈലബിൾ അല്ലല്ലോ അങ്ങനെ വ്യാപകമായിട്ട്. അന്ന് പലരും എന്താണ് ആ കാലഘട്ടത്തിലൊക്കെ പനയോലകളിലൊക്കെ കുറിപ്പുകൾ എഴുതി സൂക്ഷിച്ചിരുന്നു. പിന്നെ കല്ലുകളിലൊക്കെ കൊത്തി സൂക്ഷിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ അതിനും കുറേ മുമ്പെയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ലിഖിത നിയമങ്ങൾ എഴുതി ഉണ്ടാക്കി. അതിനെയാണ് എന്ത് അറിയുന്നത്? ചട്ടവരിയോലകൾ. 43 എന്താണ്? ഡാറാസ് മെയിൽ സ്ഥാപിച്ചത് ആരാണെന്നാണ്. സ്ഥാപിതമായത് ഏത് വർഷമാണെന്നാണ്. ആരാണെന്നല്ല, ഏത് വർഷമാണ്. 1857 1858 56 58 59 ഡാറാസ് മെയിൽ സ്ഥാപിച്ചത് ഏത് കാലത്താണ്? 1859 എന്താണ് ഡാറാസ് മെയിൽ? കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയാണ് ഡാറാസ് മെയിൽ. അത് സ്ഥാപിച്ചത് ആലപ്പുഴയിലാണ് 1859. അതായത് ആലപ്പുഴയിലെ ആദ്യ കയർ ഫാക്ടറിയായ ഡാറാസ് മെയിൽ സ്ഥാപിച്ചത് ജെയിംസ് ഡാറയും ഹെൻഡീസ് മെയിലും ചേർന്നാണ്. അതുകൊണ്ടാണ് അതിന് ഡാറാസ് മെയിൽ നിന്ന് പേര് വരുന്നത്. ഓക്കെ, ഇവർ ഐറിഷ് വംശജനായ അമേരിക്കക്കാരനായിരുന്ന ആര്? ജെയിംസ് ഡാറ. അത് സ്ഥാപിക്കപ്പെട്ടത് 1859. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം 44 നോക്കാം. ചോദ്യം 44 എന്താ? ശ്രീമൂലം പ്രജാസഭയെ അയ്യങ്കാളി അംഗമായ വർഷം ഏതാണെന്നാണ്. ഏതാ വർഷം? 1911 1915 1913 1914. നമുക്കിനി ചോദ്യം 44 നോക്കാം. ചോദ്യം 44 എന്താണ്? ശ്രീമൂലം പ്രജാസഭയെ അയ്യങ്കാളി അംഗമായ വർഷം ഏതാണെന്നാണ്. ഓപ്ഷൻ എ 1911 ഓപ്ഷൻ ബി 1915 1913 1914. ശരി ഉത്തരം എന്ന് പറയുന്നത് 1911. എന്നാൽ ചില രേഖകളിൽ എന്താണ് പറയുന്നത്? ചില ചരിത്രരേഖകൾ 1912 പരാമർശിക്കാറുള്ളത്. ഓക്കെ, അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1911 ഡിസംബർ 5. അപ്പോൾ PSCയുടെ ആൻസർ അനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ കീ നോക്കിയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ 1911 ഡിസംബർ 5 എന്നത് ഒരു ഓപ്ഷനാണ്. ഓക്കെ, അതായത് 1911 ഡിസംബർ 5 ശ്രീമൂലം പ്രജാസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ അധസ്ഥിത, അതായത് ദളിത് പുലയ സമുദായത്തിൽപ്പെട്ട പ്രതിനിധിയായിരുന്നു ആര്? അയ്യങ്കാളി. ഏകദേശം 28 വർഷത്തോളം അദ്ദേഹം ഈ സഭയിൽ അംഗമായി തുടർന്നിട്ടുണ്ടായിരുന്നു. 1911 മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ, 1941 അദ്ദേഹം മരിക്കുന്നത് വരെ ഈ സഭയിൽ അദ്ദേഹം അംഗമായി തുടർന്നു. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ചോദ്യം 45 നോക്കാം. ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണെന്നാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയ ചോദ്യമൊക്കെയാണ്, എങ്കിലും ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. വീരകേരളവർമ്മയാണോ, മാർത്താണ്ഡവർമ്മയാണോ, രവിവർമ്മയാണോ, ധർമ്മരാജയാണോ? ചോദ്യം എന്താണ്? ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി വീര രവിവർമ്മ എന്നാണ് പറയുന്നത്. ശരി ഉത്തരം ആരാണ്? വീര രവിവർമ്മയാണ്. അതായത് 1600 വേണാട് രാജാവായിരുന്ന വീര രവിവർമ്മയാണ് ഉദയഗിരി കോട്ട ആദ്യമായി നിർമ്മിച്ചത്. പിന്നീട് 1741 44 ഇടയിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഡച്ച് സൈന്യാധിപനായ ഡിലനോയിയുടെ മേൽനോട്ടത്തിൽ ഈ ഒരു കോട്ട കരിങ്കൽ ഉപയോഗിച്ചുകൊണ്ട് പുനർനിർമ്മിക്കുകയുണ്ടായി. അതായത് ഉദയഗിരി കോട്ട നിർമ്മിച്ചത്
വീര രവിവർമ്മയാണെങ്കിലും പിന്നീട് 1741 44 ഇടയ്ക്കത് പുതുക്കി പണിതത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 46 പോകാം. 46 എന്താണ്? തിരുവിതാംകൂറിൽ വാക്സിനേഷന് അലോപ്പതി ചികിത്സാരീതി നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണെന്നാണ്. ഓപ്ഷൻസ്: ഗൗരി പാർവതിബായി, ഗൗരി ലക്ഷ്മിബായി, ആയില്യം തിരുനാൾ, സ്വാതി തിരുനാൾ. ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി. അതായത് 1811 റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്ത് കേണൽ മൺട്രോയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് ആദ്യത്തെ ആധുനിക അലോപ്പതി ആശുപത്രി നിർമ്മിക്കുന്നു. വസൂരിക്കെതിരെ വാക്സിനേഷൻ ആരംഭിച്ചു. അപ്പം തിരുവിതാംകൂറിൽ വാക്സിനേഷൻ അലോപ്പതി ചികിത്സാരീതി നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 47 പോകാം. ശുചീന്ദ്രൻ കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണെന്നാണ്. ശുചീന്ദ്രൻ കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ആയില്യം തിരുനാളാണോ, മാർത്താണ്ഡവർമ്മയാണോ, ധർമ്മരാജയാണോ, സ്വാതി തിരുനാളാണോ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്വാതി തിരുനാളാണ്. ബ്രാഹ്മണ സ്ത്രീകൾ, നമ്പൂതിരി സ്ത്രീകളെ അവരിൽ അപരാധം ആരോപിച്ച് ശുചീന്ദ്രത്ത് കൊണ്ടുപോയി വിചാരണ ചെയ്യുന്ന ക്രൂരമായ സമ്പ്രദായമായിരുന്നു ശുചീന്ദ്രൻ കൈമുക്ക്. ഇതുപോലെ അക്കാലത്ത് സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന മറ്റൊരു ദുരാചാരമായിരുന്നു സ്മാർത്ത വിചാരം. അതിനിരയായിരുന്ന ഒരു സ്ത്രീയാണ് കുറിയേടത്ത് താത്രി എന്ന് പറയുന്ന ഒരു സ്ത്രീ. അതായത് അവരെ വ്യഭിചാര കുറ്റം ആരോപിച്ച് അവരെ വീട്ടിൽ നിന്നും പുറത്താക്കും. വീട്ടിൽ നിന്നും പുറത്താക്കുന്നതാണ് സമുദായത്തിൽ തന്നെ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കുന്നു. ഇത്തരം ദുരാചാരങ്ങൾ ഒരുപാട് നിലനിന്ന കാലഘട്ടമായിരുന്നു മുൻകാലങ്ങൾ. ഓക്കെ, ഇത്തരം ദുരാചാരത്തിന്റെ ഒരു ഇരയായിരുന്നു കുറിയേടത്ത് താത്രി എന്ന് പറയുന്ന ഒരു നമ്പൂതിരി സ്ത്രീ. അവരെ സ്മാർത്ത വിചാരം ചെയ്ത് നാട് കടത്തുകയാണ്. അതുപോലെ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് നിലനിന്നിരുന്ന ഒരു ദുരാചാരമായിരുന്നു എന്ത്? ഒരു അപരാധം ആരോപിച്ച്, അതായത് നമ്പൂതിരി സ്ത്രീകളിൽ പല അപരാധങ്ങൾ ആരോപിച്ച് അവരെ ശുചീന്ദ്രത്ത് കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്യുന്ന ക്രൂരമായ സമ്പ്രദായം. അതാണ് ശുചീന്ദ്രൻ കൈമുക്ക്. 1830 ഇത് നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. ആരാണ്? സ്വാതി തിരുനാളാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 48. വസ്തുവകകളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാർ എന്നിങ്ങനെ വിഭജിച്ച റവന്യൂ മന്ത്രി ആരാണെന്നാണ്. വസ്തുവകകളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാർ എന്നിങ്ങനെ വിഭജിച്ച റവന്യൂ മന്ത്രി ആരാണ്? മലയ്യൻ ശങ്കരനാണോ, രാമയ്യൻ ദളവയാണോ, കുമാരസ്വാമി പിള്ളയാണോ, അയ്യപ്പൻ മാർത്താണ്ഡനാണോ? ആരാണ്? മലയ്യൻ ശങ്കരനാണെന്നാണ് പറയുന്നത്. ആരാണ്? മലയ്യൻ ശങ്കരൻ. അതായത് മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആയിരുന്ന മലയ്യൻ ശങ്കരനാണ് ഭൂമിയെ ആദ്യമായി തരം തിരിച്ചത്. രാമയ്യൻ ദളവ പിന്നീട് വന്ന ദളവയാണ്. രാമയ്യൻ ദളവയാണ് പിന്നീട്, മലയ്യൻ ശങ്കരന് ശേഷം വന്ന ദളവയാണ് രാമയ്യൻ ദളവ. അപ്പം വസ്തുവകകളെ മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ അനിയൻ തിരുന്ന മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് വസ്തുവകളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാർ എന്നിങ്ങനെ വിഭജിച്ചത്. പക്ഷെ വിഭജിച്ച റവന്യൂ മന്ത്രി ആരാണ്? മലയ്യൻ ശങ്കരനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 49 പോകാം. 49 എന്താണ്? കിഴവൻ രാജ എന്ന് അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? കിഴവൻ രാജ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ ചിത്ര തിരുനാളാണോ, ശ്രീമൂലം തിരുനാളാണോ, ധർമ്മരാജ കാർത്തിക തിരുനാൾ, രാമവർമ്മയാണോ, മാർത്താണ്ഡവർമ്മയാണോ? ഇതിൻ്റെ ഉത്തരമൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു പോയതാണ്. ശരി ഉത്തരം ആരാണ്? ധർമ്മരാജയാണ്. ആരാണ്? ധർമ്മരാജയാണ് ശരി ഉത്തരം. കിഴവൻ രാജ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്ന ധർമ്മരാജയാണ്. അതായത് 1758 മുതൽ 1798 വരെ 40 വർഷത്തോളം, ഏകദേശം 40 വർഷത്തോളം തിരുവിതാംകൂർ ഭരിച്ച രാജാവായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ അനന്തരവനായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ. വാർദ്ധക്യകാലത്ത് വരെ ഭരിച്ചതിനാലാണ് കിഴവൻ രാജ എന്ന് വിളിച്ചത്. ഏകദേശം 40 വർഷത്തോളം നീണ്ട കാലത്തെ ഭരണം നടത്തിയ ആളായിരുന്നു ആര്? ധർമ്മരാജ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കിഴവൻ രാജ എന്ന് വിളിച്ചത്. ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തെ നേരിട്ടതും ആലപ്പുഴ നിർമ്മിച്ചത് ഇദ്ദേഹമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 50 പോകാം. ചോദ്യം 50 എന്താ? ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആരായിരുന്നു? ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആരായിരുന്നു? ശേഷയ്യ ശാസ്ത്രിയാണോ, ടി മാധവറാവു ആണോ, PGN ഉണ്ണിത്താനാണോ, CP രാമസ്വാമി അയ്യറാണോ? ശരി ഉത്തരം എന്താണ്? ടി മാധവറാവു ആണ്. ആരാണ്? ആയില്യം തിരുനാളിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1860 മുതൽ 880 വരെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തനായ ദിവാനാണ് സർ ടി മാധവറാവു. 1858 മുതൽ 72 വരെയാണ് സർ ടി മാധവറാവു ദിവാനായിരുന്നത്. തിരുവിതാംകൂറിലെ ആധുനികവൽക്കരണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ടി മാധവറാവു ആണ്. ഇദ്ദേഹം തന്നെയാണ് CP ചിത്ര തിരുനാളിന്റെ ദിവാനും.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു 115ഓളം ചോദ്യങ്ങൾ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു. അതിൽ നിന്നൊരു 50 ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് തന്നെ 1 മണിക്കൂർ 40 മിനിറ്റോളം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 51 മുതൽ 115 വരെ അടുത്തൊരു പാർട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് നൽകുക. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്ത് വിടുക. ഓക്കെ, അതോടൊപ്പം എന്താണ്, നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. കാരണം കമൻറ്റുകളൊക്കെ നിറയുന്നതിനനുസരിച്ചാണ് നമുക്ക് ചാനൽ നിങ്ങൾ എല്ലാവരിലേക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓരോ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്കത് പഠിക്കാനും എളുപ്പമായിരിക്കും. അപ്പം ഫ്രണ്ട്സ്, ബൈ ബൈ, സി യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.